അപ്പോൾ നമ്മൾ സെക്ഷൻ സിയിലുള്ള നമ്മളിപ്പോൾ പഠിച്ച CVP അനാലിസിസിന്റെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ സെഷൻ സി ക്വസ്റ്റൻ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, PM എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടാക്കുക. ആ ഫോൾഡറിൻ്റെ അകത്ത് പിന്നെ ഒരു പുതിയ എക്സൽ ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഒരു എക്സൽ ഫയൽ സ്ക്രീനിൽ കാണുന്ന പോലെ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിന് പേര് കൊടുക്കേണ്ടത് ഡിസിഷൻ മേക്കിംഗ് എന്ന് പേര് കൊടുക്കാം. അതായത് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കേട്ടോ. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന മോഡ്യൂളിൻ്റെ അകത്തുള്ള ചാപ്റ്റേഴ്സിലെ സെഷൻ സി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. സോ ഡിസിഷൻ മേക്കിംഗ് എന്ന ഹെഡിങ് കൊടുത്തു. എന്നിട്ട് ആ എക്സൽ ഫയൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഒരു എക്സൽ ഫയൽ ഓപ്പൺ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിസിഷൻ മേക്കിങ്ങിൻ്റെ എല്ലാ സെഷൻ സി ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യുക. സോ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ്റെ പേര് ദ അൽക്ക ഹോട്ടൽ ജൂൺ 2018 2018 ജൂണിൽ ചോദിച്ച ദ അൽക്ക ഹോട്ടൽ എന്ന് പറയുന്ന ക്വസ്റ്റൻ ആണ് നമ്മൾ ചെയ്യുന്നത്. സോ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ മീൻസ് SCയുടെ എല്ലാ സെഷൻ സി ക്വസ്റ്റ്യൻസും ചെയ്യുന്ന പോലെ എന്ത് ചെയ്യുക, പിന്നെ നിങ്ങൾ ഇവിടെ പേര് കൊടുക്കുക. പേര് കൊടുക്കേണ്ടത് ഏതാ ഷീറ്റിന് പേര് കൊടുക്കുക. പേര് കൊടുക്കേണ്ടത് അൽക്ക ഹോട്ടൽ, ദ അൽക്ക ഹോട്ടൽ. ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് 2018 ചോദിച്ച ദ അൽക്ക ഹോട്ടൽ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഷീറ്റിന് പേര് കൊടുത്തു ദ അൽക്ക ഹോട്ടൽ. ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ ആദ്യം നോക്കേണ്ടത് റിക്വയർമെൻറ്റാണ്. എന്താണ് റിക്വയർമെൻറ്റ്? റിക്വയർമെൻറ്റ് എങ്ങനെ നോക്കുക? നമ്മൾ റിക്വയർമെൻറ്റ് എന്തിനാ നോക്കുക? നമ്മൾ റിക്വയർമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അന്വേഷിക്കുന്നത്, എന്താണ് അന്വേഷിക്കുന്നത് മനസ്സിലാവും. അപ്പോൾ എന്താണ് അന്വേഷിക്കുന്നത് മനസ്സിലായാൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിക്ക് ചെയ്യാൻ പറ്റും. ഞാനൊരു പൊതുവെ PMന്റെ ഒരു എന്താ പറയുക എക്സാമിന് അനുസരിച്ച് ഞാനൊരു ടിപ്പ് തരാം. നമ്മൾ ഇപ്പോൾ ഇവിടെ 4 റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ഈ ഒരു ക്വസ്റ്റിന് അൽക്ക ഹോട്ടലിന് 4 റിക്വയർമെൻറ്റ്സ് ഉണ്ട്. റിക്വയർമെൻറ്റ് 1 2 3 ABCD. ഓക്കെ, അങ്ങനെ 4 റിക്വയർമെൻറ്റ്സ് ഉള്ളത്. അപ്പോൾ ഈ 4 റിക്വയർമെൻറ്റ്സിനും കൂടുതൽ സാധ്യത മീൻസ് ABCD അല്ലേ. അപ്പോൾ കൂടുതൽ സാധ്യത ആദ്യത്തെ റിക്വയർമെന്റിന് വേണ്ട വാല്യൂസ് ഒക്കെ എവിടെ ഉണ്ടാവും? ഏറ്റവും മുകളിലുണ്ടാവും, ഏറ്റവും ഫസ്റ്റിൽ. സോ ഈ ഒരു ഏരിയയിലായിരിക്കും, ഫസ്റ്റിലെ ഈ ഒരു ഏരിയയിലായിരിക്കും കൂടുതൽ ചാൻസ് കേട്ടോ. ഈ റിക്വയർമെന്റ് എക്ക് വേണ്ട വാല്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത ആ ഒരു ഫസ്റ്റ് ഇനീഷ്യൽ ആ ഒരു ക്വസ്റ്റിന്റെ സിനോറിയോയുടെ ഇനീഷ്യൽ സ്റ്റേജിലാണ് ഉണ്ടാവാൻ കൂടുതൽ ചാൻസ്. B അതിന് തൊട്ട് താഴെ, C അതിന് തൊട്ട് താഴെ, D ഏറ്റവും ലാസ്റ്റ് ഉണ്ടാവാനാണ് സാധ്യത കൂടുതൽ. എപ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല, സാധ്യത കൂടുതൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ ടൈം പലപ്പോഴും സേവ് ആക്കാൻ പറ്റാറുണ്ട്. എനിവേ ഓക്കെ, അതിങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. മീൻസ് ഞാൻ അതിൻ്റെ ഒരു SCL പൊതുവേ ഉള്ള ഒരു പാറ്റേൺ പ്രകാരം കൂടുതൽ സാധ്യത അങ്ങനെയാണ് വരിക എന്ന് പറയാം. ഓക്കെ, സോ ഇവിടെ 4 റിക്വയർമെന്റ്സ് ആണ്. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, റിക്വയർമെന്റ് എ നോക്കാം. റിക്വയർമെന്റ് എ ആണ് ചെയ്യുന്നത്. യൂസിങ് ദ കറന്റ് ആനുവൽ ബഡ്ജറ്റഡ് ഫിഗേഴ്സ്, അതായത് നിലവിലുള്ള ബഡ്ജറ്റഡ് ഫിഗേഴ്സ് യൂസ് ചെയ്തിട്ട് ആൻഡ് ഇഗ്നോറിംഗ് ദ 2 പ്രപ്പോസ്ഡ് പ്രൊജക്ട്, 2 പ്രപ്പോസ്ഡ് പ്രൊജക്ട് ഉണ്ട്, അതിനെന്ത് ചെയ്യണ്ട, മൈൻഡേ ചെയ്യണ്ട, അത് ഇഗ്നോർ ചെയ്യുക. ഇഗ്നോർ ചെയ്തിട്ട് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്? കാൽക്കുലേറ്റ്. ഇതാണ് വെർബ് നോക്കണം. വെർബ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്രിയ. അതായത് നമ്മൾ ചെയ്യേണ്ടത് കാൽക്കുലേറ്റ് ആണ് ചെയ്യേണ്ടത്, കണക്ക് കൂട്ടി കൊടുക്കണം. ഓക്കെ, എന്താണ് കണക്ക് കൂട്ടേണ്ടത്? ബ്രേക്ക് ഈവൻ നമ്പർ ഓഫ് ഒക്യുപ്പൈഡ് റൂം നൈറ്റ്സ്. ഓക്കെ, അതായത് ഒക്യുപ്പൈ ചെയ്ത, അതായത് ആളുകൾ ഒക്യുപ്പൈ ചെയ്ത റൂം നൈറ്റ്സ്. ഒരു ഹോട്ടലിന്റെ കഥ പറഞ്ഞു, അൽക്ക ഹോട്ടൽ എന്നല്ല കമ്പനിന്റെ പേര്, ഒരു ഹോട്ടലാണ്. ആ ഹോട്ടലിന്റെ അകത്ത് ആളുകൾ ഒക്യുപ്പൈ ചെയ്യുന്ന ബഡ്ജറ്റഡ് ഫിഗേഴ്സ് യൂസ് ചെയ്ത് ആളുകൾ എത്ര ദിവസം ഒക്യുപ്പൈ ചെയ്യുന്നു, അതിന്റെ ബ്രേക്ക് ഈവൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റും ലോസും ഇല്ലാത്ത, അതായത് ടോട്ടൽ കോസ്റ്റും ടോട്ടൽ പിന്നെ റവന്യൂ ഈക്വൽ ആവുന്ന പോയിന്റ് കാണാൻ പറഞ്ഞു. അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ് കാണാൻ പറഞ്ഞത്. ഓക്കെ, ആൻഡ് മാർജിൻ ഓഫ് സേഫ്റ്റി. ബ്രേക്ക് ഈവൻ പോയിന്റും കാണണം, മാർജിൻ ഓഫ് സേഫ്റ്റിയും കാണണം. പക്ഷേ മാർജിൻ ഓഫ് സേഫ്റ്റി എങ്ങനെ കാണുന്നത്? പെർസെൻറ്റേജിൽ. മാർജിൻ ഓഫ് സേഫ്റ്റി എന്തിൽ കാണണം? ആസ് എ പെർസെൻറ്റേജ്, ഒരു പെർസെൻറ്റേജിലാണ് മാർജിൻ ഓഫ് സേഫ്റ്റി കാണേണ്ടത്. സോ ഞാൻ റിക്വയർമെന്റ് എ ചെയ്യാൻ പോവാണ്. റിക്വയർമെന്റ് എ ആണ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാൻ എന്താ ചെയ്യുന്നത്, ബ്രേക്ക് ഈവൻ പോയിന്റ്. ഓക്കെ, ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ ഒക്യുപ്പൈഡ് റൂം നൈറ്റ്. ഞാൻ 2 ഗ്യാപ്പ് ഇട്ടിട്ട് എന്ത് ചെയ്തു, ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ ഒക്യുപ്പൈഡ് റൂം നൈറ്റ്. ഓക്കെ, അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയാം, എത്ര റൂം നൈറ്റ്സ് ആണ് ഉള്ളത് എന്നുള്ളതിന്റെ ബ്രേക്ക് ഈവൻ പോയിന്റ്. ബ്രേക്ക് ഈവൻ പോയിന്റ് കാണുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഏറ്റവും ഡിവൈഡ് ചെയ്താലാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് കിട്ടുക. ഓക്കെ, സോ ഞാൻ ഈ സിനോറിയോക്കകത്തുനിന്ന് ബ്രേക്ക് ഈവൻ നമ്പർ ഓഫ് ഒക്യുപ്പൈഡ് റൂം നൈറ്റ്സ് കാണണം. ഓക്കെ, കറണ്ട് ഫിഗേഴ്സ് ആണ്. സോ ഇവിടെ ഈ ഒരു ഏരിയയിലാണ് ഞാൻ ഓൾറെഡി വായിച്ചതുകൊണ്ട് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ മുഴുവൻ വായിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, മീൻസ് കൂടുതൽ എനിക്ക് എവിടേക്കാണ് ഫിഗേഴ്സിൽ അറിയാം. നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഒന്ന് തുടക്കം തൊട്ടൊന്ന് ഫുള്ള് വായിക്കട്ടോ. ഓക്കെ, എനിവേ ഇപ്പോൾ എന്ത് ചെയ്യാം, ഞാൻ എവിടേക്കാണ് ഉള്ളത്, ഫിഗേഴ്സ് എവിടേക്കാണ് ഉള്ളതെന്ന് എനിക്ക് ചെറിയ ധാരണ ഉണ്ട്, അത് വെച്ചിട്ട് ഞാൻ പറയാം. ഓക്കെ, സോ ഇവിടെ പറയുന്ന ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഞാൻ ഹൈലൈറ്റ് ചെയ്ത് തരാം. ഓക്കെ, ഹൽക്ക ഹോട്ടൽ ഈ സിറ്റുവേറ്റഡ് ഇൻ എ മേജർ സിറ്റി ക്ലോസ് ടു മെനി തിയേറ്റേഴ്സ് ആൻഡ് റെസ്റ്റോറൻറ്റ്. അൽക്ക ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ ഉണ്ട്, ഒരു സ്ഥലത്ത് ഒരു ഹോട്ടൽ ഉണ്ട്. അവരൊരു മേജർ സിറ്റിയിലാണുള്ളത്. അതിൻ്റെ അടുത്ത് കുറേ തിയേറ്റേഴ്സും റെസ്റ്റോറൻ്റ് ഒക്കെ ഉള്ള ഒരു സിറ്റിക്കകത്താണ് അൽക്ക ഹോട്ടൽ ഉള്ളത്. ഓക്കെ, അൽക്ക ഹോട്ടലിൻ്റെ അകത്ത് 25 ഡബിൾ ബെഡ്റൂംസ്. ഓക്കെ, ഡബിൾ ബെഡ്റൂംസ് ഉണ്ട്, 25 ഡബിൾ ബെഡ്റൂംസ് ഉണ്ട്. ഓക്കെ, ആ ഒരു ഹോട്ടലിൻ്റെ അകത്ത് 25 ഡബിൾ ബെഡ്റൂംസ് ഉണ്ട്. ആൻഡ് ഇറ്റ് ചാർജസ് ഗസ്റ്റ് 180 പെർ നൈറ്റ്. അതായത് ഒരു രാത്രിക്ക്
അവർ ചാർജ് ചെയ്യുന്നത് $180 ആണ്. ഓക്കെ, ഒരു റൂം നൈറ്റ് പറഞ്ഞാൽ ഒരു രാത്രി അവിടെ താമസിക്കുകയാണെങ്കിൽ $180 എന്ത് ചെയ്യും, പിന്നെ പേ ചെയ്യണം. ഓക്കെ, റിഗാർഡ്ലെസ് ഓഫ് സിംഗിൾ ഓർ ഡബിൾ ഒക്യുപ്പൻസി. അതായത് സിംഗിൾ ആയിട്ട് ഡബിൾ റൂംസ് ഉള്ളത്, അതിന് സിംഗിൾ എടുത്താലും എന്തായാലും 180 ആണ് ഒരു റൂം നൈറ്റിന് അവർ ചാർജ് ചെയ്യുന്നത് കേട്ടോ. സോ ഇവർ ചാർജ് ചെയ്യുന്ന സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എത്ര, റവന്യൂ പെർ യൂണിറ്റ്, അതായത് ഒരു റൂം നൈറ്റിന് റവന്യൂ ചാർജ് ചെയ്യുന്നത് 180 ആണ്. ദ ഹോട്ടൽസ് വേരിയബിൾ കോസ്റ്റ് പെർ ഒക്യുപ്പൈഡ് റൂം നൈറ്റ്, അതായത് ഒക്യുപ്പൈഡ് റൂം നൈറ്റിന്റെ വേരിയബിൾ കോസ്റ്റ് 60 ആണ്. ഈ രണ്ട് വാല്യൂസും വെച്ച് നമുക്ക് എന്ത് കിട്ടൂടാ, കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കിട്ടും. എടാ, സെല്ലിംഗ് പ്രൈസും വേരിയബിൾ കോസ്റ്റും കിട്ടി, ഇനി എന്ത് ചെയ്യാൻ പറ്റും, അത് വെച്ചിട്ട് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കിട്ടും. ഒരു യൂണിറ്റിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ, അതായത് ഒരു റൂമിന്റെ സെല്ലിംഗ് പ്രൈസ് 180 ആണ്. അതിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് ആയ, അതായത് ഒരു റൂമിന് അവർക്ക് എത്ര ചെലവുണ്ട്, 60 ഉണ്ട്, $60 വേരിയബിൾ കോസ്റ്റ് ഉണ്ട്, 180 ആണ് സെല്ലിംഗ് പ്രൈസ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് കോൺട്രിബ്യൂഷൻ പെർ റൂം നൈറ്റ് എന്ന് പറയുന്നത്. സോ 120 ആണ് കോൺട്രിബ്യൂഷൻ പെർ റൂം നൈറ്റ്, ഒരു റൂം നൈറ്റിൽ നിന്ന് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ. സോ എന്ത് കിട്ടി, കോൺട്രിബ്യൂഷൻ കിട്ടി. ഇനി ഇവർ പറയുന്നത് ദ അൽക്ക ഹോട്ടൽ ഈസ് ഓപ്പൺ ഫോർ 365 ഡേയ്സ്, 365 ദിവസം അൽക്ക ഹോട്ടൽ ഓപ്പൺ ആണ്, അടച്ചിടൊന്നുമില്ല, എല്ലാ ദിവസവും എന്തുണ്ട്, അൽക്ക ഹോട്ടൽ ഉണ്ട് നിലവിലെ സാഹചര്യത്തിൽ കേട്ടോ. ആൻഡ് ആസ് 70% ബഡ്ജറ്റഡ് ഒക്യുപ്പൻസി റേറ്റ്, അത് 70% റൂം എന്താവും, ഒക്യുപ്പൈഡ് ആവും. 365 ദിവസവും ആ ഹോട്ടലുണ്ട്, അതിന്റെ 70% എന്താവും, റൂംസ് ഒക്കെ ഒക്യുപ്പൈഡ് ആവും. ടോട്ടൽ റൂംസ് ഉള്ളതിന്റെ 70% എപ്പോഴും എന്താവും, ഒക്യുപ്പൈഡ് ആവും. ഓക്കെ, ഫിക്സഡ് കോസ്റ്റ് ആർ ബഡ്ജറ്റഡ് അറ്റ് 6 lakh, 6 ലക്ഷമാണ് ഒരു വർഷത്തെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. 1 ഇയറിലെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 6 ലക്ഷം. നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് കാണാൻ എന്ത് വേണം, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് വേണം. അതായത് ഇവിടെ ബ്രേക്ക് ഈവൻ പോയിന്റ് അവർ ചോദിച്ചിട്ടുള്ളത് ആക്ച്വലി 1 ഇയറിനാണ്. 1 ഇയർ, അതായത് ഇവിടെ ഏതെങ്കിലും ഒരു നിശ്ചിത സമയം ഒന്നും പറയുന്നില്ല, ടോട്ടലാണ് അവർ ചോദിച്ചത് ബ്രേക്ക് ഈവൻ പോയിന്റ് കാണാൻ. സോ ബ്രേക്ക് ഈവൻ പോയിന്റ് കാണാൻ നമുക്ക് എന്ത് വേണം, ഫിക്സഡ് കോസ്റ്റ് വേണം. അപ്പോൾ ഒരു വർഷത്തെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 6 lakh, അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, ഒരു വർഷത്തെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 6 lakh ആണ്. സോ എന്ത് കിട്ടി, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും കിട്ടി, കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്, അതായത് കോൺട്രിബ്യൂഷൻ പെർ റൂം നൈറ്റ്, ഒരു രാത്രി ഒരു റൂമിൽ ഒരാൾ താമസിച്ച് അവർക്ക് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ ആണ് ഇത്. സോ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും കിട്ടി, കോൺട്രിബ്യൂഷൻ കിട്ടി. ഇനി പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, ബ്രേക്ക് ഈവൻ പോയിന്റ് കാണാൻ പറ്റും. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് 6 lakh, അതായത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്, അതായത് 5000 റൂം നൈറ്റ്, ഇത്രയും റൂം നൈറ്റ് ആണ് ബ്രേക്ക് ഈവൻ പോയിന്റ്. അതായത് ഇത്രയും റൂം നൈറ്റ്, അതായത് ഇത്രയും രാത്രി 5000 രാത്രി ആളുകൾ താമസിച്ചാൽ, ഓക്കെ, 5000 റൂം, അതായത് ഒരു റൂം ഒരു രാത്രി എടുക്കുകയാണെങ്കിൽ ഒരു റൂം നൈറ്റ്, അങ്ങനെ 5000 റൂം നൈറ്റ്സ് വന്നാൽ എന്ത് ചെയ്യും, ബ്രേക്ക് ഈവൻ പോയിന്റ് ആവും. സോ റിക്വയർമെന്റ് എയിലെ ഫസ്റ്റ് പാർട്ട് നമ്മൾ സോൾവ് ചെയ്തു. ഓക്കെ, എന്താ ചോദിച്ചത്, ബ്രേക്ക് ഈവൻ നമ്പർ ഓഫ് ഒക്യുപ്പൈഡ് റൂം നൈറ്റ്, ബ്രേക്ക് ഈവൻ നമ്പർ എന്ത് ചെയ്തു, നമ്മൾ സോൾവ് ചെയ്തു. ഇനി മാർജിൻ ഓഫ് സേഫ്റ്റി കാണണം, മാർജിൻ ഓഫ് സേഫ്റ്റി ആസ് എ പെർസെൻറ്റേജ്, മാർജിൻ ഓഫ് സേഫ്റ്റി കാണണം. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്ത് കണ്ടു, ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടു, മാർജിൻ ഓഫ് സേഫ്റ്റി കാണണം. സോ മാർജിൻ ഓഫ് സേഫ്റ്റി കാണാൻ ആരൊക്കെ ആവശ്യമുണ്ട്, ബഡ്ജറ്റഡ് സെയിൽസ്, അതായത് ഇവിടെ ബഡ്ജറ്റഡ് സെയിൽസ് യൂണിറ്റ് ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ബഡ്ജറ്റഡ് റൂം നൈറ്റ്സ് വേണം. പിന്നെ അതേപോലെ ആരും വേണം, നമ്മൾ വന്ന് ബ്രേക്ക് ഈവൻ പോയിന്റും വേണം. ബ്രേക്ക് ഈവൻ പോയിന്റ് എത്ര റൂം നൈറ്റ്സ് ആണ് നമുക്ക് ഓൾറെഡി അറിയാം. എത്ര റൂം നൈറ്റ്സ് ബ്രേക്ക് ഈവൻ പോയിന്റ് ഓൾറെഡി നമുക്കറിയാം, 5000 റൂം നൈറ്റ്സ് ആണ്. ഇനി ബഡ്ജറ്റഡ്, നമ്മൾ ബഡ്ജറ്റ് ചെയ്ത് 5000 റൂം നൈറ്റ്സ് പോയാൽ തന്നെ എന്ത് വരും, നമ്മളെ ബ്രേക്ക് ഈവൻ ആവും. പക്ഷെ നമ്മൾ ബഡ്ജറ്റ് ചെയ്യുന്നത്, ഓക്കെ, ബഡ്ജറ്റ് ചെയ്യുന്നത് എത്രയാണ് നോക്കണം, എത്ര പോവും എന്നുള്ളത് നോക്കണം, എത്ര റൂം നൈറ്റ്സ് പോവും എന്നുള്ളത് നോക്കണം. അതിന് വേണ്ടിയിട്ട് ഇവർക്ക് ടോട്ടൽ ഉള്ളത് 25 ബെഡ്റൂംസ് ആണ്. ടോട്ടൽ ഉള്ളത് 25 ബെഡ്റൂംസ് ആണ്. അത് 365 ദിവസം പോവാണെങ്കിൽ എത്ര റൂം നൈറ്റ്സ് ഉണ്ടാവും. പക്ഷേ അതിന്റെ 70% എന്ത് ചെയ്യുന്നുള്ളൂ, റൂം പോകുന്നുള്ളൂ. ബഡ്ജറ്റഡ് ഒക്യുപ്പൻസി റേറ്റ് 70% ഉള്ളൂ. അപ്പോൾ ടോട്ടൽ റൂം നൈറ്റ്സ്, ബഡ്ജറ്റഡ് റൂം നൈറ്റ്സ് എന്ന് പറഞ്ഞാൽ 25 റൂം ഉണ്ട്. ആ 25 റൂമും 365 ദിവസം പോവാണെങ്കിൽ ഇത്രയും റൂം നൈറ്റുകൾ ഉണ്ടാവും. ആളുകൾ ഇത്രയും രാത്രി ഒരു റൂം എടുക്കുന്ന ആളുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 25 × 365 ആണ് ബഡ്ജറ്റഡ് റൂം നൈറ്റ്സ് 100% ഒക്യുപ്പൻസി ആണെങ്കിൽ. പക്ഷെ 100% ഒക്യുപ്പൻസി ഇല്ല, 70% ഒക്യുപ്പൻസി ഉള്ളൂ. ഓക്കെ, അപ്പോൾ കിട്ടുന്നത് ഇത്രയും റൂം നൈറ്റ്സാണ്. 6387.5 റൂം നൈറ്റുകൾ പോകും എന്നാണ്, 5 റൂം നൈറ്റുകൾ പോകും എന്നാണ് ബഡ്ജറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ബ്രേക്ക് ഈവൻ പോയിന്റ് 5000 ആയാൽ തന്നെ എന്തുണ്ടാവും, ലാഭം ഉണ്ടാവും. അപ്പോൾ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻ പെർസെൻറ്റേജ് ആണ്. എനിവേ നമുക്ക് ആദ്യം മാർജിൻ ഓഫ് സേഫ്റ്റി കാണാം. എങ്ങനെ മാർജിൻ ഓഫ് സേഫ്റ്റി കാണുക, എങ്ങനെ കാണുക? മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ആരൊക്കെ തമ്മിലുള്ള ഡിഫറൻസാണ്, ഈ ബഡ്ജറ്റഡ് റൂം നൈറ്റ്സും, അത് നമ്മൾ പ്ലാൻ ചെയ്തതും ബ്രേക്ക് ഈവൻ പോയിന്റും. ഇത്രയും യൂണിറ്റ്സ്, ഇത്രയും റൂം നൈറ്റ്സ് എന്താണ്, നമുക്ക് എക്സ്ട്രാ ആണ്. അതായത് ബ്രേക്ക് ഈവൻ പോയിന്റിനേക്കാൾ കൂടുതൽ വരുന്ന പ്രോഫിറ്റ് കിട്ടുന്ന റൂം നൈറ്റ്സ് ആണ് ഇത്രയും റൂം നൈറ്റുകൾ. സോ ഇനി ഈ മാർജിൻ ഓഫ് സേഫ്റ്റി ഒരു പെർസെൻറ്റേജിൽ കാണണം. ഓക്കെ, അവർ പറഞ്ഞിട്ടുള്ളത് എന്താ, പെർസെൻറ്റേജിൽ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻ പെർസെൻറ്റേജ്, ഒരു പെർസെൻറ്റേജ് കാണാം മാർജിൻ ഓഫ് സേഫ്റ്റിന്റെ പെർസെൻറ്റേജിൽ. ഓക്കെ, എങ്ങനെ മാർജിൻ ഓഫ് സേഫ്റ്റിന്റെ പെർസെൻറ്റേജ് കാണുക? മാർജിൻ ഓഫ് സേഫ്റ്റിന്റെ പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ ബഡ്ജറ്റഡ് സെയിൽസ് യൂണിറ്റ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ് യൂണിറ്റ് ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് സെയിൽസ് യൂണിറ്റ് ആണ്. അതിൽ ന്യൂമറേറ്റർ ആയ ബഡ്ജറ്റഡ് സെയിൽസ് യൂണിറ്റ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ് യൂണിറ്റ് എന്നുള്ള
ആ സംഭവം ഉണ്ടല്ലോ, അതെന്താ? അത് മാർജിൻ ഓഫ് സേഫ്റ്റി ആണ്. അവർ തമ്മിലുള്ള ഡിഫറൻസ് അതിനല്ലേ മാർജിൻ ഓഫ് സേഫ്റ്റി, ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് സെയിൽസ് യൂണിറ്റ്. സോ മാർജിൻ ഓഫ് സേഫ്റ്റി ഒരു പെർസെൻറ്റേജിൽ കാണാൻ പറഞ്ഞാൽ 22% കിട്ടുക. ഓക്കെ, 22%. ഓക്കെ, 22%. ഓക്കെ, ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. എനിവേ, ഇത്രയും റൂം നൈറ്റ്സ്. ഓക്കെ, ഇത്രയും റൂം നൈറ്റ്സ് ആണ്. ഇതിൻ്റെയൊക്കെ യൂണിറ്റ് എപ്പോഴും FM PM എപ്പോഴും യൂണിറ്റ്സ് ചെയ്താൽ മറക്കരുത്. യൂണിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? രണ്ടെണ്ണത്തിന് ആൻസറായി. നമ്മൾ എന്ത് ബ്രേക്ക് ഈവൻ പോയിന്റ് ആയ എന്ത് ചെയ്യുക, നമുക്ക് വേണ്ട ആൻസേഴ്സ് ഒന്ന് കളർ ചെയ്യാം. ബ്രേക്ക് ഈവൻ പോയിന്റ് 5000 യൂണിറ്റ്സ്, 5000 റൂം നൈറ്റ്സ് ആണ്. മാർജിൻ ഓഫ് സേഫ്റ്റി ഒരു പെർസെൻറ്റേജിൽ 22%, അതായത് 22% ബ്രേക്ക് ഈവൻ പോയിന്റിനേക്കാളും കൂടുതൽ ബഡ്ജറ്റഡ് റൂം നൈറ്റ്സ് വന്നത്. ഓക്കെ, സോ റിക്വയർമെന്റ് എ നമ്മൾ സോൾവ് ചെയ്തു. ഒന്ന് നോക്കിയടാ, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഈ ഒരു തുടക്കത്തിലുള്ള ഈ ഒരു പാരഗ്രാഫ് തന്നെ എന്ത് വന്നു, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വന്നു. ഓക്കെ, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ആദ്യത്തെ ഈ ഒരു പാരഗ്രാഫുകളിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും PM ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നമുക്ക് വേണ്ട റിക്വയർമെന്റ്സിന് PM എന്നല്ല, SSCയിലെ എല്ലാ പേപ്പേഴ്സിലും പൊതുവെ അവർ ചെയ്യുന്ന ഒരു രീതിയാണ്, ഈ ക്വസ്റ്റ്യൻസിന്റെ ആദ്യത്തെ റിക്വയർമെന്റിന് ആവശ്യമായ കാര്യങ്ങൾ കൂടുതൽ ഉണ്ടാവാൻ സാധ്യത ആദ്യത്തെ പാരഗ്രാഫുകളാട്ടോ. എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല, എങ്കിലും സാധ്യത കൂടുതൽ അങ്ങനെയാണ്. എനിവേ, ഇനി അവർ രണ്ടാമത്തെ റിക്വയർമെന്റിൽ എന്താ പറയുന്നത് നോക്കാം. രണ്ടാമത്തെ റിക്വയർമെന്റിൽ എന്താ പറയുന്നത് നോക്കാം. ഓക്കെ, ഇഗ്നോറിങ് ദ 2 പ്രപ്പോസഡ് പ്രൊജക്ട്. 2 പ്രൊജക്റ്റുകൾ വന്നിട്ടുണ്ട്. എടാ, ഇപ്പൊ നമ്മൾ നേരത്തെ റിക്വയർമെന്റ് എ ചെയ്തപ്പോൾ നമുക്ക് എത്ര മാർക്ക് കിട്ടി? 4 മാർക്ക് കിട്ടി. ഓക്കെ, ഇനി റിക്വയർമെന്റ് ബി ചെയ്യുന്നത്. അത് പുതിയ 2 പ്രൊജക്ട് ഉണ്ട്. ആ 2 പ്രൊജക്റ്റിനെ എന്ത് ചെയ്യുക, അപ്പാടെ ഇഗ്നോർ ചെയ്യുക. ഇഗ്നോർ ചെയ്തിട്ട് കാൽക്കുലേറ്റ് ബഡ്ജറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ Q1. Q1 എന്ന് പറയുന്നത് എന്താ? Q1 ആണോ? Q1 ആണ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ഫസ്റ്റ് ക്വാർട്ടറിലെ പ്രോഫിറ്റ് ഓർ ലോസ് എത്ര ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ആൻഡ് എക്സ്പ്ലെയിൻ വെദർ അൽക്ക ഹോട്ടൽ ഷുഡ് ക്ലോസ് ഫോർ ദിസ് ഡ്യൂറേഷൻ ഓഫ് Q1. അതായത് എന്നിട്ട് എക്സ്പ്ലനേഷൻ ചെയ്യണം. ഈ ഒരു Q1 എന്ന് പറയുന്ന ആ ഒരു ക്വാർട്ടറിന് അൽക്ക ഹോട്ടൽ ക്ലോസ് ഡൗൺ ചെയ്യണോ, അടച്ചു പൂട്ടണോ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അത് അടച്ചു പൂട്ടണോ തുറന്നിരിക്കണോ എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണം. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നോക്കണം. എന്നിട്ട് അവർ ആ Q1 പിന്നെ അൽക്ക ഹോട്ടൽ അടച്ചിടണോ തുറന്നിടണോ എന്നുള്ളതാണ് അവർ ചോദിച്ചത്. ഓക്കെ, സോ അതിനും 4 മാർക്ക് ഉണ്ട്. സോ ഞാൻ ബി ചെയ്യാൻ പോവാണ്. ബി. ഓക്കെ, നമ്മൾ പിന്നെ പ്രോഫിറ്റ് ഓർ ലോസ് കാണാൻ 2 ഇക്വേഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ടോട്ടൽ സെയിൽസിന്റെ അകത്ത് നിന്ന് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കുറക്കാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, ടോട്ടൽ കോൺട്രിബ്യൂഷൻ്റെ അകത്തുനിന്ന് എന്ത് കുറച്ചാൽ മതിടാ? ടോട്ടൽ കോൺട്രിബ്യൂഷൻ്റെ അകത്തുനിന്ന് ആരെ ഡിഡക്ട് ചെയ്താൽ മതി? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിഡക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ ടോട്ടൽ കോൺട്രിബ്യൂഷൻ്റെ അകത്തുനിന്ന് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനെ ഡിഡക്ട് ചെയ്യുക. അപ്പോൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ കിട്ടും. ഓക്കെ, എനിവേ, അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, Q1 ആ ഒരു Q1 പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, നമുക്ക് ആവശ്യമായ ഇപ്പോൾ എന്റെ റിക്വയർമെന്റിന് ആവശ്യമായത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബീൻ്റെത് കൂടുതലും ഇവിടെയാണുള്ളത്, ഈ ഒരു ഏരിയ Q1. ഓക്കെ, Q1 പറ്റി പറയുന്ന ആ ഒരു ഏരിയയിലാണുള്ളത്. ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ക്വാർട്ടർ Q1, അതായത് ആദ്യത്തെ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വർഷത്തിൽ 12 മാസമാണ്. ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 3 മാസം. ആദ്യത്തെ 3 മാസത്തിൽ ഒക്യുപ്പൻസി റേറ്റ്സ് ആർ സിഗ്നിഫിക്കൻ്റ്ലി ബിലോ ദ ലെവൽസ് എക്സ്പെക്ടഡ് അറ്റ് അതർ ടൈംസ് ഓഫ് ദ ഇയർ. മറ്റ് മാസങ്ങളെക്കാളും ഒക്യുപ്പൻസി റേറ്റ് വളരെ കുറവാണ് ഫസ്റ്റ് ക്വാർട്ടറിൽ. അതാണ് അവർ റിക്വയർമെന്റിൽ എന്ത് ചോദിച്ചത്? ഇത് അടച്ചു പൂട്ടണോ വേണ്ട എന്നൊക്കെയുള്ള ആ ഒരു കാര്യം ചോദിച്ചിട്ടുള്ളത്. പക്ഷെ പൂട്ടണോ വേണ്ടത് തീരുമാനിക്കാൻ വരട്ടെ. വെയിറ്റ്, വിത്ത് അൽക്ക ഹോട്ടൽ എക്സ്പെക്ടിങ് ടു സെൽ 900 ഒക്യുപ്പൈഡ് റൂം നൈറ്റ്സ്. ആ ഒരു Q1 900 യൂണിറ്റ്സ്, അതായത് 900 റൂം നൈറ്റ്സേ പോകത്തുള്ളൂ എന്നാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ഓപ്ഷൻസ് ടു ഇംപ്രൂവ് പ്രോഫിറ്റബിലിറ്റി ആർ ബീങ് കൺസിഡർഡ്, ഇൻക്ലൂഡിംഗ് ക്ലോസിംഗ് ദ ഹോട്ടൽ ഫോർ ഡ്യൂറേഷൻ ഓഫ് Q1 ഓർ അഡോപ്റ്റിംഗ് 1 of 2 പോസിബിൾ പ്രൊജക്ട്. 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ Q1 എന്ത് ചെയ്യാം, ആ Q1 ഒന്നെങ്കിൽ അവർക്ക് അടച്ചിടാം, അല്ലെങ്കിൽ താഴെ 2 പ്രൊജക്ട് ഉണ്ട്, ആ 2 പ്രൊജക്ട് എന്ത് ചെയ്യാം, ഇംപ്ലിമെന്റ് ചെയ്യാം. എനിവേ, അവർ അടച്ചിടുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ചോദ്യം അവർ അടച്ചിടണോ വേണ്ട എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, അത് തീരുമാനിച്ചു കൊടുക്കണം. ഓക്കെ, സോ ഈ 2 പ്രൊജക്റ്റിൽ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ അതിന്റെ കാര്യങ്ങളൊന്നുമില്ല പറയുന്നത്. ആ Q1 എന്ന് പറയുന്ന ആ ഒരു ടൈം പീരീഡിൽ ആ ഹോട്ടൽ അടക്കണോ വേണ്ടതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് ടോട്ടൽ കോൺട്രിബ്യൂഷൻ, ആ ഒരു ക്വാർട്ടറിന്റെ അകത്തുള്ള ടോട്ടൽ കോൺട്രിബ്യൂഷൻ ആണ്. ടോട്ടൽ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ പെർ റൂം നൈറ്റ്. ഒരു റൂം നൈറ്റിന് കോൺട്രിബ്യൂഷൻ കിട്ടുക ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട്. $120, അതായത് 150 ഒരു റൂം നൈറ്റ് നമുക്ക് എന്തുണ്ട് സെയിൽസ്, അതായത് നമുക്ക് ഒരു റൂം നൈറ്റ് കൊടുത്താൽ പൈസ കിട്ടും. അതിൽ $60 വേരിയബിൾ കോസ്റ്റ് ആണ്. അപ്പോൾ $120 എന്താണ് പിന്നെ കോൺട്രിബ്യൂഷൻ കിട്ടും. അങ്ങനത്തെ എത്ര റൂം നൈറ്റ്സ് പോകുന്നുണ്ട് ആ ക്വാർട്ടറിൽ? അങ്ങനത്തെ 900 റൂം നൈറ്റ്സേ പോകുന്നുള്ളൂ എന്ന് അവർ പറഞ്ഞു. സോ ആ ക്വാർട്ടറിൽ കിട്ടുന്ന ടോട്ടൽ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 1,08,000 ആണ്. 1,08,000 ആണ് ആ ഒരു ക്വാർട്ടറിൽ ആദ്യത്തെ 3 മാസങ്ങളിൽ കിട്ടുന്ന ടോട്ടൽ കോൺട്രിബ്യൂഷൻ. ഇനി ആ സമയത്ത് നമുക്ക് എത്ര ഫിക്സഡ് കോസ്റ്റ് വരും, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് വരും എന്നുള്ള. ഇതിന്റെ തൊട്ട് മുമ്പ് അവരെ ക്വാർട്ടറിൽ എത്ര ഫിക്സഡ് കോസ്റ്റ് വരും എന്ന് പറയുന്നില്ല. അതിന്റെ തൊട്ട് മുമ്പ് ഇങ്ങനെ ഒരു പോയിന്റ് പറയുന്നുണ്ട്. ഈ 6 lakh എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ആണ്. 6 ലക്ഷം എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ആണ്. ആൻഡ് അക്രൂ ഈവൻലി ത്രൂ ഔട്ട് ദ ഇയർ. അതായത് ആ 6 ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു വർഷം
ഈവൻ ആയിട്ട്, അത് എല്ലാ സമയത്തും ഈക്വൽ ആയിട്ടാണ് പോകുന്നത്. വിച്ച് മീൻസ് 6 ലക്ഷം ഒരു വർഷം ഉണ്ടെങ്കിൽ അതിന്റെ 4/1 ഫിക്സഡ് കോസ്റ്റ് ഒരു ക്വാർട്ടറിൽ ഉണ്ടാവുക. ഒരു വർഷം 4 ക്വാർട്ടർ ആണല്ലോ. 6 ലക്ഷം ഒരു വർഷം ഫിക്സഡ് കോസ്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ 4/1 ഒരു ക്വാർട്ടറിലെ ഫിക്സഡ് കോസ്റ്റ്. സോ ഒരു ക്വാർട്ടറിലെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 6 ലാക്ക് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, അതിന്റെ 4/1 അപ്പൊ ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ മതി. ഇത്രയും വാല്യൂ എന്തുണ്ടാവും? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവും. സോ ടോട്ടൽ കോൺട്രിബ്യൂഷൻ്റെ അകത്ത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കുറച്ചാലാണ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കിട്ടുക. ഓക്കെ, സോ ടോട്ടൽ കോൺട്രിബ്യൂഷൻ്റെ അകത്ത് നിന്ന് എന്ത് കുറച്ചു? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കുറച്ചു. നെഗറ്റീവ് വാല്യൂ ആണ് വന്നത്. ഓക്കെ, സോ നെഗറ്റീവ് വാല്യൂ വന്നു, വിച്ച് മീൻസ് അത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? അതെന്താ? അത് ലോസ് ആണ്. ഓക്കെ, ടോട്ടൽ കോൺട്രിബ്യൂഷൻ്റെ അകത്ത് നിന്ന് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ വാല്യൂ നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ അതെന്താണ്? പ്രോഫിറ്റ് ഇല്ല, എന്താ? ലോസ് ആണോ? സോ ഈ ഒരു ക്വാർട്ടറിൻ്റെ അകത്ത് Q1 എന്ന് പറയുന്ന ക്വാർട്ടറിൻ്റെ അകത്ത് അവർക്ക് വന്നത് ലോസ് ആണ്. ഇവിടെ ലോസ് വന്നു എന്നതുകൊണ്ട് ഒരു ഹോട്ടൽ എന്ത് ചെയ്യാൻ പറ്റുമോ? അടച്ചു പൂട്ടാൻ പറ്റുമോ? ഒരു ലോസ് വന്നു എന്നതുകൊണ്ട് ഒരു ഹോട്ടൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പൂട്ടാൻ പറ്റില്ല. കാരണം ആ ഒരു ക്വാർട്ടറിലും അവർക്ക് എന്ത് വരുന്നുണ്ട്? 1,50,000 ഫിക്സഡ് കോസ്റ്റ് വരുന്നുണ്ട്. അവർ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റും സെൽ ചെയ്തിട്ടില്ല, അതായത് ഒരു റൂം നൈറ്റ് പോലും പോയിട്ടില്ല, എങ്കിലും ഇൻകർ ചെയ്യുന്ന കോസ്റ്റുകളാണ് എന്ത് പറയാം? ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയാം. ഇവിടെ ഫിക്സഡ് കോസ്റ്റ് എന്താണ്? എന്തായാലും അവർ ക്ലോസ് ഡൗൺ ചെയ്താലും ഫിക്സഡ് കോസ്റ്റ് 1,50,000 വരും. ഓക്കെ, 1,50,000 വരും. ഈ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ക്ലോസ് ഡൗൺ ചെയ്താൽ ഈ ടോട്ടൽ കോൺട്രിബ്യൂഷൻ എന്താവും? നഷ്ടപ്പെടും ചെയ്യും. ഓക്കെ, സോ ഇത്രയും എമൗണ്ട് കോൺട്രിബ്യൂഷൻ അവർക്ക് നഷ്ടപ്പെടും. അപ്പോൾ എന്ത് ചെയ്യണ്ട? ആ ഒരു ക്വാർട്ടറിൽ അടച്ചു പൂട്ടണ്ട. പല പ്രശ്നങ്ങളും ഉണ്ട്. ഒന്ന്, ഫിക്സഡ് കോസ്റ്റ് എന്തായാലും വരും, അടച്ചു പൂട്ടി കഴിഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് വരും, പ്രശ്നമാണ്. ഓക്കെ, അതിൽ 1,08,000 എന്ത് ചെയ്യാൻ പറ്റും? റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടി, അത്രയും പൈസയെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ആ ഒരു ക്വാർട്ടർ തുറന്ന് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ. പിന്നെന്താ ബെനിഫിറ്റ്? പിന്നെ ആ ഒരു ക്വാർട്ടറിൽ കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് അവർ ഹോട്ടൽ പൂട്ടിയിട്ടുള്ളത്, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇനി അവർ തുറക്കില്ലായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവർ പോകും, പിന്നെ അവർ തിരിച്ചു വരില്ല. മറ്റു ക്വാർട്ടറുകളുടെ സെയിൽസിന് എന്ത് ചെയ്യും? അഫക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്യണം. സോ ആദ്യത്തെ റിക്വയർമെന്റ് എന്തായിരുന്നു? റിക്വയർമെന്റ് 1 നമ്മൾ എന്ത് ചെയ്തു? സോൾവ് ചെയ്തു. എന്തായിരുന്നു റിക്വയർമെന്റ് 1 പറയുന്നത്? കാൽക്കുലേറ്റ് ദ ബഡ്ജറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ Q1 എന്ന് പറയുന്ന ആ ഒരു ക്വാർട്ടറിന്റെ പ്രോഫിറ്റ് ഓർ ലോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ആൻഡ് എക്സ്പ്ലെയിൻ വെദർ ഹോട്ടൽ ഷുഡ് ക്ലോസ് ഫോർ ഡ്യൂറേഷൻ Q1. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ മുകളിൽ എക്സ്പ്ലനേഷൻ കൊടുക്കണം. സോ ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, സോ ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്തു. ഇനി ഞാൻ ഇവിടെ ആയിരിക്കും എന്ത് ചെയ്യുക? കമന്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ക്ലോസ് ഡൗൺ ചെയ്യണം എന്ന് പറയാൻ പറ്റില്ല, കാരണം ചെയ്യേണ്ടെന്നാണ് പറയേണ്ടത്. ഈവൻ ദോ ലോസ് ഉണ്ട്, $42,000 എന്തുണ്ട്? ലോസ് ഉണ്ട്. അപ്പൊ നമ്മൾ അത് പറഞ്ഞു കൊടുക്കണം. ഈവൻ ദോ ലോസ് ഉണ്ടെങ്കിലും, ദോ ദർ ഈസ് എ ലോസ് ഓഫ് $42,000. $42,000 ആ ഒരു ക്വാർട്ടറിൽ, ആദ്യത്തെ ക്വാർട്ടറിൽ ലോസ് ഉണ്ട് എങ്കിലും വി ഷുഡ് നോട്ട്, അല്ലെങ്കിൽ ഹൽക്ക ഹോട്ടൽ ഷുഡ് നോട്ട് ക്ലോസ് ഡൗൺ. അവരെന്ത് ചെയ്യരുത്? ക്ലോസ് ഡൗൺ ചെയ്യരുത്. കാരണം എന്താ റീസൺ? എന്താ? ബിക്കോസ് അതിന്റെ റീസൺ എന്ന് പറയുന്നത് അവർക്ക് ആ സമയത്തും ദേ ഹാവ് എ ഫിക്സഡ് കോസ്റ്റ്. ആ സമയത്തും ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, അതായത് അടച്ചു കൂട്ടിയാലും അവർക്ക് എന്ത് വരും? കോസ്റ്റ് വരും. ഓക്കെ, ഫിക്സഡ് കോസ്റ്റ് ഓഫ് ഡോളർ. എത്ര ഡോളർ ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്? 1,50,000, $1,50,000 ആ ഒരു ക്വാർട്ടറിലും കോസ്റ്റ് ഉണ്ട്. ഓക്കെ, വിച്ച് വിൽ ഇൻകർ. ആ ഫിക്സഡ് കോസ്റ്റ് എന്താവും? ഇൻകർ ആവും. ഈവൻ ഇഫ് ദ ക്ലോസ് ഡൗൺ അവരെന്താവും? ക്ലോസ് ഡൗൺ ചെയ്താലും ആ ഫിക്സഡ് കോസ്റ്റ് ഇൻകർ ആവും. അതേപോലെ തന്നെ കോൺട്രിബ്യൂഷൻ, ഇപ്പൊ അവർ ഓപ്പൺ ചെയ്ത് പ്രവർത്തിച്ച 900 റൂം നൈറ്റ്സ് ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ മുകളിൽ 1,08,000 എന്ന് കിട്ടുന്നുണ്ട്, കോൺട്രിബ്യൂഷൻ കിട്ടുന്നുണ്ട്. അത് നഷ്ടപ്പെടും. അവരത് അടച്ചു കൂട്ടി കഴിഞ്ഞാൽ ആ കോൺട്രിബ്യൂഷൻ നഷ്ടപ്പെടും. ദേ വിൽ ആൾസോ ലൂസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് 900 റൂം നൈറ്റ്. എത്രയാ? വിച്ച് ഈസ് ഡോളർ 1,08,000. അതെന്താവും? നഷ്ടപ്പെടും കേട്ടോ. ഇൻ ദ ക്വാർട്ടർ Q1 ഇത്രയും ഡോളർ കോൺട്രിബ്യൂഷനും നഷ്ടപ്പെടും. എന്താവും? അവർക്ക് നഷ്ടപ്പെടും. സോ അവരെന്ത് ചെയ്യാൻ? അവർ ക്ലോസ് ഡൗൺ ചെയ്താൽ ഇത്രയും ഡോളർ എന്താവും? കോൺട്രിബ്യൂഷൻ അവർക്ക് നഷ്ടപ്പെടും. സോ ഇത്രയും ഒരു പാരഗ്രാഫിൽ പറഞ്ഞു കൊടുത്തു ക്ലോസ് ഡൗൺ ചെയ്താലുള്ള ഫൈനാൻഷ്യൽ എഫക്ട്. ഇനി അതിന്റെ മുകളിൽ ഫൈനാൻഷ്യൽ മാത്രമല്ല, അതിന്റെ മുകളിൽ അവരുടെ എന്തിനേയും ബാധിക്കാൻ സാധ്യതയുണ്ട്? റെപ്യൂട്ടേഷനെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇഫ് ദേ ഡിസൈഡ് ടു ക്ലോസ് ഡൗൺ, അവർ ഡിസൈഡ് ചെയ്യാണ് ടു ക്ലോസ് ഡൗൺ, ദ ഡിസിഷൻ അവരുടെ തീരുമാനം എന്തിനേയും ബാധിക്കും? വിൽ അഫക്റ്റ് ദെയർ റെപ്യൂട്ടേഷൻ ആസ് വെൽ. അവരുടെ റെപ്യൂട്ടേഷനെയും ബാധിക്കും കേട്ടോ.
because okay because the customers who seeks room, അതായത് റൂംസ് ആവശ്യമുള്ള കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഹൂ നീഡ്സ് റൂം വിൽ തിങ്ക് ദാറ്റ് അവരെന്ത് ചിന്തിക്കും? അൽക്ക ഹോട്ടൽ വോണ്ട് ബി വർക്കിംഗ്, അത് തുറക്കില്ല, അതായത് അൽക്ക ഹോട്ടൽ മറ്റു ക്വാർട്ടറുകളിലും വർക്ക് ചെയ്യൂല എന്ന് ചിന്തിക്കാൻ ചാൻസ് ഉണ്ട്. വർക്കിംഗ് ഇൻ ദ അതർ ക്വാർട്ടേഴ്സ് ആസ് വെൽ, വിച്ച് വിൽ എഫക്ട് ദെയർ ഫ്യൂച്ചർ റവന്യൂ. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം വരിക? ഫ്യൂച്ചറിൽ കസ്റ്റമേഴ്സ് ഉണ്ടാവില്ല. വിച്ച് വിൽ എഫക്ട് ദെയർ ഫ്യൂച്ചർ റവന്യൂ, അവരുടെ ഫ്യൂച്ചർ റവന്യൂ എഫക്ട് ചെയ്യും. സോ ഇതൊക്കെ കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് അൽക്ക ഹോട്ടൽ എന്ത് ചെയ്യണം? ഓപ്പൺ ചെയ്യണം കേട്ടോ. കൺസിഡറിങ് ഓൾ ദീസ് ഫാക്ടേഴ്സ്, ഈ ഫാക്ടേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്തതുകൊണ്ട് അൽക്ക ഹോട്ടൽ ഷുഡ് ബി ഓപ്പൺ ഇൻ ദ ക്വാർട്ടർ വണ്ണിന് എന്തായിരിക്കണം? അവർ ഓപ്പൺ ആയിരിക്കണം. സോ അത്രയും നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞു കൊടുത്തു കേട്ടോ. സോ ആദ്യം നമ്മൾ എന്ത് പറഞ്ഞു? ഈ ഒരു ലോസ് ആണെങ്കിലും അവർക്ക് എന്ത് വരുന്നുണ്ട്? ഫിക്സഡ് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ക്ലോസ് ചെയ്താൽ പ്രശ്നമാണ്. രണ്ടാമത് അവർ ക്ലോസ് ഡൗൺ ചെയ്താൽ എന്താ പ്രശ്നം വരിക? കസ്റ്റമേഴ്സിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും. അതായത് അവരുടെ മീൻസ് കസ്റ്റമേഴ്സിന് അവർക്ക് ഉണ്ടാകുന്ന ഒരു എന്താ പറയുക, ഗുഡ് വിൽ നഷ്ടപ്പെടും. അങ്ങനെ ഫ്യൂച്ചറിൽ അവരുടെ റവന്യൂവിനെ എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് അവരെന്താണ് പിന്നെ ഓപ്പൺ ചെയ്യാണ് നല്ലത്. Q1 ലോസ് ആണെങ്കിലും ഓപ്പൺ ചെയ്യാണ് നല്ലത് എന്ന് പറഞ്ഞു കൊടുത്തു. സോ ഇവിടെ ടോട്ടൽ ഇതിന് 2 മാർക്കും പിന്നെ ഈ ഒരു കമന്റിന് ഒരു 2 മാർക്കുമാണ് കിട്ടുക. അപ്പോൾ ടോട്ടൽ 4 മാർക്കായി. അപ്പോൾ നമ്മളിപ്പോൾ 4 8 മാർക്കിന് ഓൾറെഡി എന്ത് ചെയ്തു? സോൾവ് ചെയ്തു. സോ ഇനി അടുത്തത് നോക്കുക. അടുത്തത് കാൽക്കുലേറ്റ് ദ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ സെയിൽസ് വാല്യൂ ഓഫ് പ്രൊജക്ട് 1. അവർ പറഞ്ഞു Q1 അവിടെ എന്താണ് പിന്നെ അവർക്ക് അടച്ചു കൂട്ടണമെന്നുണ്ട്, അല്ലെങ്കിൽ 2 പ്രൊജക്ട് ചെയ്യാം. അതിൽ ആദ്യത്തെ പ്രൊജക്ടിന് അവർ ചോദിച്ചത് കാൽക്കുലേറ്റ് ദ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ സെയിൽസ് വാല്യൂ, ബ്രേക്ക് ഈവൻ പോയിന്റ് കാണാൻ പറഞ്ഞു. ആൻഡ് എക്സ്പ്ലെയിൻ വെദർ അൽക്ക ഹോട്ടൽ ഷുഡ് അഡോപ്റ്റ് ദ പ്രൊജക്ട്. ആ പ്രൊജക്ട് ചെയ്യണോ വേണ്ടെന്ന് എന്ത് ചെയ്യാൻ പറഞ്ഞു? എക്സ്പ്ലനേഷനും ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ സെയിൽസ് വാല്യൂ ആണ് കാണാൻ പറഞ്ഞത്. സോ ആ പ്രൊജക്ട് 1 കുറിച്ച് ഞാൻ എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് വായിക്കാം. നോക്കിയടാ, മൂന്നാമത്തെ റിക്വയർമെന്റ് വേണ്ട കാര്യങ്ങളൊക്കെ മോസ്റ്റ് പ്രോബബ്ലി എവിടെ ഉണ്ടാവുക? ഈ പ്രൊജക്ട് 1 പാരഗ്രാഫിലായിട്ട് ഉണ്ടാവുക. സോ ആ ഓർഡർ അവർ കീപ്പ് ചെയ്ത് നോക്ക്. സോ എന്ത് ചെയ്യുക? എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കാം. ഫോർ Q1, അതായത് ക്വാർട്ടർ 1, ദ അൽക്ക ഹോട്ടൽ മാനേജ്മെന്റ് വുഡ് ഓഫർ ഗസ്റ്റ് തിയേറ്റർ പാക്കേജ്. ഓക്കെ, അവരൊരു ഐഡിയ ചെയ്തു. എടാ Q1 ഒക്യുപ്പേഷൻ, അത് ആ ഹോട്ടലിൽ വരുന്ന ആളുകൾ കുറവാണ്, അതായത് 900 പിന്നെ ഒക്യുപ്പൈഡ് റൂം നൈറ്റ്സേ ഉള്ളൂ. അപ്പോൾ Q1 അവർക്കൊരു തിയേറ്റർ പാക്കേജ്, ഒരു ഓഫർ കൊടുത്ത് കൂടുതൽ ഒക്യുപ്പൻസി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഓഫർ കൊടുക്കാന്ന് പറഞ്ഞു. എങ്ങനെ ഓഫർ കൊടുക്കുന്നത്? കപ്പിൾസ് ഹൂ പേ ഫോർ 2 കൺസിക്യൂട്ടീവ് നൈറ്റ്സ്, അതായത് 2 രാത്രികൾക്ക് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, 2 രാത്രികൾക്ക് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് എ സ്പെഷ്യൽ റേറ്റ് ഓഫ് $67 പെർ റൂം നൈറ്റ്. ഒരു റൂം നൈറ്റിന് $67 വെച്ച്, രണ്ട് റൂം നൈറ്റിന് പേ ചെയ്യുന്ന കപ്പിൾസിന് എന്ത് കിട്ടും? വിൽ റിസീവ് എ പെയർ ഓഫ് തിയേറ്റർ ടിക്കറ്റ് ഫോർ എ പേയ്മെന്റ് ഓഫ് $100. $100 ഒരു തിയേറ്റർ ടിക്കറ്റ് കിട്ടും. എടാ, നേരത്തെ അൽക്ക ഹോട്ടലുള്ളത് ഞാൻ പറഞ്ഞു, അൽക്ക ഹോട്ടലുള്ള സിറ്റിയാണ്. ആ സിറ്റിയിൽ എന്തുണ്ടടാ? ഇവിടെ ഒരു പോയിന്റ് പറയുന്നത് തിയേറ്റേഴ്സും റെസ്റ്റോറൻറ്റുകളൊക്കെ ഉള്ള ഒരു സിറ്റിയാണ് അൽക്ക ഹോട്ടലുള്ള സിറ്റി. അപ്പോൾ ഇവരൊരു ഓഫർ കൊടുക്കുകയാണ്. കപ്പിൾസ് 2 റൂം നൈറ്റ്സ് നിൽക്കുന്ന കപ്പിൾസിന് ഒരു $100 ടിക്കറ്റ്, തിയേറ്റർ ടിക്കറ്റ് എന്ത് ചെയ്യുക? കൊടുക്കാന്ന് പറഞ്ഞു. ഓക്കെ, ദ തിയേറ്റർ ടിക്കറ്റ്സ് ആർ വെരി ഗുഡ് വാല്യൂ ആൻഡ് ആർ ദ റിസൾട്ട് ഓഫ് ലോ നെഗോസിയേഷൻ ബിറ്റ്വീൻ അൽക്ക ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് ലോക്കൽ തിയേറ്റർ. ഇവർക്ക് $100 ടിക്കറ്റ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനേക്കാളും വാല്യൂ ഉണ്ട് ശരിക്കും ടിക്കറ്റിന്. ഇവർ ഈ തിയേറ്ററായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ടാണ് എന്ത് കിട്ടിയത്? $100 അൽക്ക ഹോട്ടലിന്റെ മാനേജ്മെന്റ് ടിക്കറ്റ് കിട്ടിയത് കേട്ടോ. $100 അല്ല, $100 തിയേറ്ററിന്റെ ടിക്കറ്റിന്റെ കോസ്റ്റ് എങ്കിൽ ആളുകൾ വാങ്ങില്ലല്ലോ. അതിനേക്കാളും കോസ്റ്റ് കുറച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവർക്ക് കിട്ടിയത്. ഓക്കെ, $100 ഇവർ സെല് ചെയ്യുന്നത്. എങ്കിലും ഇവർക്ക് കോസ്റ്റ് വരുന്നത് $95, $95 ഇവർക്ക് കോസ്റ്റ് വരുന്നത്. യഥാർത്ഥത്തിൽ പിന്നെ അൽക്ക ഹോട്ടലിന്റെ ടിക്കറ്റ് ആളുകൾ നേരിട്ട് തിയേറ്ററിന്, മീൻസ് തിയേറ്ററിന്റെ ടിക്കറ്റ് നേരിട്ട് വാങ്ങുകയാണെങ്കിൽ $100 ചിലവ് വരും. അൽക്ക ഹോട്ടലിൽ 2 ദിവസം നിൽക്കുകയാണെങ്കിൽ അത് $100 കിട്ടും. ആ $100 ടിക്കറ്റ് അൽക്ക ഹോട്ടൽ എടുത്തത് $95. ഓക്കെ, ഇനി ദ അൽക്ക ഹോട്ടൽസ് ഫിക്സഡ് കോസ്റ്റ് സ്പെസിഫിക് ടു ദിസ് പ്രൊജക്ട്. ഈ ഒരു പ്രൊജക്ടിന്റെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 20,000. ഓക്കെ, ഈ ഒരു തിയേറ്ററും റൂം നൈറ്റ്സും കൂടി ഒരു പാക്കേജ്, അതൊരു പാക്കേജ് ആണ്. അങ്ങനെ ഒരു പാക്കേജ് കൊടുക്കുകയാണെങ്കിൽ, തിയേറ്റർ പാക്കേജ് എന്നാണ് അതിന്റെ പേര്, അങ്ങനെ ഒരു പാക്കേജ് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് വരുന്നത് 20,000 ആണ്. ഓക്കെ, ഇനി അടുത്ത് പറയും നോക്ക്, ദ ഹോട്ടൽസ് മാനേജ്മെന്റ് ബിലീവ്സ് ദാറ്റ് ദ തിയേറ്റർ പാക്കേജ്, അങ്ങനെ ഒരു തിയേറ്റർ ഒരു പാക്കേജ് ഉണ്ട്, വിൽ ഹാവ് നോ എഫക്ട് ഓൺ ദിയർ യൂഷ്വൽ Q1 കസ്റ്റമർ. ക്വാർട്ടർ 1 വരുന്ന സാധാരണ കസ്റ്റമേഴ്സ്, അതായത് 900 ഒക്യുപ്പൈഡ് റൂം നൈറ്റ്സ് ഓൾറെഡി ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യില്ല? ഈ ഒരു തിയേറ്റർ പാക്കേജ് എഫക്ട് ചെയ്യില്ല. ഇത് ഫ്യൂച്ചർ വരുന്ന ആൾ, അത് വേറെ 900 ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓൾറെഡി
900 ഒക്യുപ്പൈഡ് റൂം നൈറ്റ്സ് ഉണ്ടാവും, അതിനെ എഫക്ട് ചെയ്യൂല കേട്ടോ. ആ 900 ആൾക്കാർ കൂടുതൽ ബിസിനസ് ആളുകളും കാര്യങ്ങളൊക്കെ, അവർ തിയേറ്റർ ടിക്കറ്റ്സ് ഒന്നും ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവരിവിടെ ചോദിച്ചത് അടുത്ത റിക്വയർമെന്റ് എന്താ? റിക്വയർമെന്റ് എന്തായിരുന്നു? റിക്വയർമെന്റ് ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ സെയിൽസ് വാല്യൂ. സെയിൽസ് വാല്യൂവിലുള്ള ബ്രേക്ക് ഈവൻ പോയിന്റ് കാണണം. ഓക്കെ, അതായത് ഈ ഒരു പ്രൊജക്ടിന്റെ, ഇങ്ങനെ ഒരു പ്രൊജക്ട് ഉണ്ട്, തിയേറ്റർ പാക്കേജ് എന്നാണ് പ്രൊജക്ടിന്റെ പേര്, അതിന്റെ ബ്രേക്ക് ഈവൻ വാല്യൂ കാണണം. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യാണ്? സി ചെയ്യാൻ പോവാണ്. സി ചെയ്യാൻ പോവാണ്. ഓക്കെ, സി ചെയ്യുന്ന സമയത്ത്, എടാ ഇതൊരു പാക്കേജ് ആണ്, ഇതൊരു പാക്കേജ് ആണ്. അതായത് ഇവിടെ നമ്മൾ എന്ത് കാണണം? ബ്രേക്ക് ഈവൻ സെയിൽസ് ആണ് കണ്ടത്. ബ്രേക്ക് ഈവൻ സെയിൽസ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഈവൻ റവന്യൂ, ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ ഡോളേഴ്സ് റവന്യൂ ആണ് കണ്ടത്. അപ്പോൾ അതിന് കോൺട്രിബ്യൂഷൻ ടു സെയിൽസ് റേഷ്യോ വേണം. ഓക്കെ, സി എസ് റേഷ്യോ വേണം, കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ സി എസ് റേഷ്യോ, കോൺട്രിബ്യൂഷനും സെയിൽസും അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്? റവന്യൂ ആവശ്യമുണ്ട് അല്ലേ? ടോട്ടൽ, അതായത് ആ ഒരു പാക്കേജിന്റെ, മീൻസ് ഒരു പാക്കേജ് ആണ്, ആ ഒരു പാക്കേജിന്റെ റവന്യൂ ആവശ്യമുണ്ട്. ഓക്കെ, നല്ല സി എസ് റേഷ്യോ കാണാൻ പറ്റുള്ളൂ. റവന്യൂ ആവശ്യമുണ്ട്. അത് ഒരു പാക്കേജ് മീൻസ് ഒരാളൊരു പാക്കേജ് എടുക്കുകയാണെങ്കിൽ എത്രയാണ് റവന്യൂ കിട്ടുക? റവന്യൂ പെർ പാക്കേജ് അത് ആവശ്യമാണ്. അതേപോലെ തന്നെ റവന്യൂ ആവശ്യമാണ്. പിന്നെ അതേപോലെ തന്നെ എന്താ? വേരിയബിൾ കോസ്റ്റ് പെർ പാക്കേജ്. ഒരാളെ പാക്കേജ് എടുക്കുകയാണെങ്കിൽ അതിന്റെ വേരിയബിൾ കോസ്റ്റ് എത്ര ആയിരിക്കും? ഓക്കെ, അപ്പോഴല്ലേ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടുള്ളൂ. കോൺട്രിബ്യൂഷൻ കിട്ടിയാലേ സി എസ് റേഷ്യോ കിട്ടുള്ളൂ. ഓക്കെ, ഒരാൾ പിന്നെ പാക്കേജ് എടുക്കുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? 2 കൺസിക്യൂട്ടീവ് നൈറ്റ്സ്, 2 രാത്രി താമസിക്കണം. ഒരു രാത്രി 67.50, ഇത്രയും ഡോളർ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ 2 രാത്രി, ഒരു പാക്കേജ് എന്ന് പറഞ്ഞാൽ 2 രാത്രി എന്നവർക്ക് എന്ത് ഉള്ളൂ? ഒരു പാക്കേജ് കിട്ടത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഒരു പാക്കേജിന്റെ റൂംസിന് കൊടുക്കേണ്ട പൈസ, മീൻസ് അവർ റൂംസിന് കൊടുക്കേണ്ട പൈസ എന്ന് പറഞ്ഞാൽ എത്രയാ? ഒരു നൈറ്റ് നിൽക്കണമെങ്കിൽ 67. അപ്പോൾ ഒരു പാക്കേജ് എന്ന് പറഞ്ഞാൽ 2 ദിവസം നിൽക്കണം. അപ്പോൾ 67.5 67.5 ഇൻറ്റു 2, 2 രാത്രി നിൽക്കണം. ഇത്രയും റവന്യൂ നമുക്ക് എന്ത് കിട്ടും? റൂംസ്, 2 രാത്രി നിൽക്കുന്നുണ്ടല്ലോ, റൂംസിന് കിട്ടും. ഇനി അതേപോലെ റവന്യൂ നമുക്ക് ആ പാക്കേജിൽ, ഒരു പാക്കേജ് പറഞ്ഞാൽ 2 ദിവസം നിൽക്കുകയാണ്, ആ 2 ദിവസം ഒരു തിയേറ്റർ ടിക്കറ്റ് $100 കിട്ടും. അപ്പോൾ ടിക്കറ്റ് വിറ്റാൽ നമുക്ക് എത്ര റവന്യൂ കിട്ടും? ടിക്കറ്റ് വിറ്റാൽ $100 റവന്യൂ കിട്ടും. സോ ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാൽ ഈ റൂംസ് വിറ്റിട്ട് കിട്ടുന്ന 135ഉം ടിക്കറ്റ് വിറ്റിട്ട് കിട്ടുന്ന 100ഉം ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാൽ $235. ഓക്കെ, ഇതാണ് റവന്യൂ പെർ പാക്കേജ്. അതായത് 2 ദിവസം ഒരാൾ നിന്നാൽ ഇത്രയും റവന്യൂ നമുക്ക് കിട്ടും. ഇനി അത് സെല്ലിംഗ് പ്രൈസ് പെർ പാക്കേജ് എന്നൊക്കെ പറയാം. ഇത് സർവീസ് ആയതുകൊണ്ടാണ് ഞാൻ റവന്യൂ പെർ പാക്കേജ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ഒക്കെ പറയാം. എനിവേ, ഇനി വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കാണണം. കോസ്റ്റ്, ടിക്കറ്റിന്റെ കോസ്റ്റ് അവർ പറയുന്നുണ്ട്. ടിക്കറ്റിന് എത്ര കോസ്റ്റ്? അവർക്ക് 95 എന്തുണ്ട് ടിക്കറ്റിന് കോസ്റ്റ്? ഒരു പെയർ ഓഫ് ടിക്കറ്റ് ആണ് 2 ടിക്കറ്റ്. 2 ടിക്കറ്റിന് $100 ആണ് അവർ വിൽക്കുന്നത്. 2 ടിക്കറ്റിന് $95 ആണ് അവർക്ക് വേരിയബിൾ കോസ്റ്റ് വരുന്നത്. അപ്പോൾ ടിക്കറ്റിന്റെ വേരിയബിൾ കോസ്റ്റ് $95 ആണ്. സോ ആ പാക്കേജിന്റെ അകത്ത് ടിക്കറ്റിന്റെ വേരിയബിൾ കോസ്റ്റ് $95 ആണ്. ഇനി റൂമിന്റെ വേരിയബിൾ കോസ്റ്റ് എത്ര നോക്കണം? റൂമിന്റെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ എന്ത് ചെയ്തിരുന്നു? ഇവിടെ പറഞ്ഞിരുന്നു, ഒരു രാത്രിക്ക് അവർക്ക് റൂമിന് എത്ര വേരിയബിൾ കോസ്റ്റ് ഉണ്ട്? $60 വേരിയബിൾ കോസ്റ്റ് വരും. ഓക്കെ, ഒരു രാത്രി, അത് ക്വാർട്ടർ Q1 അങ്ങനെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഒരു രാത്രി അവർക്ക് ആളുകൾ നിന്ന് കഴിഞ്ഞാൽ $60 വേരിയബിൾ കോസ്റ്റ് ഉണ്ട്. സോ വേരിയബിൾ കോസ്റ്റ് എത്ര വരിക? $60 ഒരു രാത്രിക്ക് ഉണ്ട്. പക്ഷേ ഈ ഒരു പാക്കേജിന്റെ അകത്ത് ആളുകൾ എത്ര ദിവസം നിൽക്കണം? 2 ദിവസം നിൽക്കണം. ഓക്കെ, സോ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 120ഉം 95ഉം ടോട്ടൽ എത്ര വരിക? വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും സം അല്ലേ വേരിയബിൾ കോസ്റ്റ് വരിക ടോട്ടൽ. ഓക്കെ, 215 വേരിയബിൾ കോസ്റ്റ് ഉണ്ട് ആ ഒരു പാക്കേജിന്റെ അകത്ത്. സോ ആ ഒരു പാക്കേജിന്റെ കോൺട്രിബ്യൂഷൻ ആണ് കാണുന്നത്. കോൺട്രിബ്യൂഷൻ പെർ പാക്കേജ്, ആ ഒരു പാക്കേജിന്റെ കോൺട്രിബ്യൂഷൻ ആണ് കാണുന്നത്. കോൺട്രിബ്യൂഷൻ എങ്ങനെ കാണുക? സെല്ലിംഗ് പ്രൈസ് പെർ പാക്കേജ് മൈനസ്, അല്ലെങ്കിൽ റവന്യൂ പെർ പാക്കേജ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ പാക്കേജ്. ആ പാക്കേജിന്റെ സെയിൽസിന്റെ പൈസ എടുത്തു, വേരിയബിൾ കോസ്റ്റിന്റെ പൈസ എടുത്തു, അതിന് ഡിഡക്ട് ചെയ്തു. അപ്പോൾ ആ പാക്കേജിന്റെ അകത്ത് കോൺട്രിബ്യൂഷൻ ആയിട്ട് കിട്ടുക, ഒരാൾ ആ പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ $20 എന്ത് കിട്ടും? നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. $20 കോൺട്രിബ്യൂഷൻ കിട്ടും. ഇനി നമുക്ക് സത്യത്തിൽ കോൺട്രിബ്യൂഷൻ കാണാനാണോ? അല്ല, നമുക്ക് എന്താണ് കാണേണ്ടത്? പിന്നെ സി എസ് റേഷ്യോ കാണണം. ഓക്കെ, സി എസ് റേഷ്യോ കാണാം. അവർ നമ്മളോട് എന്താ ചോദിച്ചത്? ആക്ച്വലി ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ സെയിൽസ് റവന്യൂ. കാണേണ്ടത്. സെയിൽസ് റവന്യൂ കാണുന്നുണ്ടെങ്കിൽ എന്തൊക്കെ ആവശ്യമുണ്ട്? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. ഇക്വേഷൻ എന്തായിരുന്നു? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് റവന്യൂലെ ബ്രേക്ക് ഈവൻ പോയിന്റ് കാണണമെങ്കിൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ സി എസ് റേഷ്യോ. ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത്? സോ ഇതൊക്കെ കാണാനാ, സി എസ് റേഷ്യോ കാണാനാണ് ഞാൻ എന്ത് ഈ വാല്യൂസ് ഒക്കെ എടുത്തിട്ടോ. സോ ഈ പാക്കേജിന്റെ സി എസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ സി എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ പെർ പാക്കേജ് ഡിവൈഡഡ് ബൈ സെല്ലിംഗ് പ്രൈസ് പെർ പാക്കേജ് അല്ലെങ്കിൽ റവന്യൂ പെർ പാക്കേജ്. ഇതാണ് സി എസ് റേഷ്യോ. എന്ന് പറഞ്ഞാൽ ഒരു പെർസെന്റേജ് കിട്ടും. ഇതിനെ ഞാൻ എന്ത് ചെയ്യാം? പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, 8.5% അല്ലെങ്കിൽ 9% ആണ് സി എസ് റേഷ്യോ. 9% കോൺട്രിബ്യൂഷൻ, ആ ഒരു പാക്കേജിന്റെ കോൺട്രിബ്യൂഷൻ ടു സെയിൽസ് റേഷ്യോ. ആ ഒരു പാക്കേജിന്റെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് വരുന്നത് 20,000 20,000 ആണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ 20,000 ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കൊടുത്തു. ഓക്കെ, ഇത്രയും ഡോളറാണ് എന്ത് വരുന്നത്? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എടുത്ത്. സോ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കണ്ടു. സോ കോൺട്രിബ്യൂഷൻ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ടു സെയിൽസ് റേഷ്യോ, സി എസ് റേഷ്യോ ചെയ്താൽ എന്ത് കിട്ടും? ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ സെയിൽസ് കിട്ടും. അതായത് $2,35,000 സെയിൽസ് വന്നാലാണ് അവരുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് ആവുക കേട്ടോ. $2,35,000 സെയിൽസ് വന്നാലാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ സെയിൽസ് റവന്യൂ. ഓക്കെ, ഇതാണ് നമ്മളെ റിക്വയർമെന്റ്.
ഇത് ഇത്രയും ഡോളർ സെയിൽസ് വരണം എന്ന് പറഞ്ഞാൽ ഇത്രയും ഡോളർ പാക്കേജ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, റവന്യൂ ജനറേറ്റ് ചെയ്യണം, $2,35,000. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതും കൂടി ഒന്ന് കാണാം, ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ പാക്കേജ്, ഓക്കെ, ഇൻ യൂണിറ്റ്സ്, അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ എത്ര പാക്കേജ് പോയാലാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് ആവുക. അതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ബ്രേക്ക് ഈവൻ പോയിന്റ് കാണുന്ന യൂണിറ്റ്സിൽ കാണുന്ന ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. സോ 1000 പാക്കേജസ് പോയാലാണ് ബ്രേക്ക് ഈവൻ ആവുക. സോ 1000 പാക്കേജസ് പോവാന്ന് പറഞ്ഞാൽ എത്ര റൂം നൈറ്റ്സ് പോകേണ്ടി വരും? ഒരു പാക്കേജിൽ 2 റൂം നൈറ്റ്സ് ഉള്ളത്. അപ്പോൾ 1000 റൂം നൈറ്റ്സ് പോവാന്ന് പറഞ്ഞാൽ 1000 ഇൻറ്റു 2, 2000 റൂം നൈറ്റ്സ് എന്ത് ചെയ്യണം, പോകണം കേട്ടോ. 2000 റൂം നൈറ്റ്സ് പോയാലാണ് എന്താവുക, ബ്രേക്ക് ഈവൻ ആവുക. ഓക്കെ, എനിവേ അത് ഞാൻ പറയാൻ കാരണം, 2000 റൂം നൈറ്റ്സ് പോയാലാണ് ബ്രേക്ക് ഈവൻ ആവുക. അത് ഞാൻ പറയാൻ കാരണം ഇവര് പിന്നെ വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അതിനോടനുബന്ധിച്ച്. ആൻഡ് എക്സ്പ്ലെയിൻ വെദർ ദ കമ്പനി ഷുഡ് അഡോപ്റ്റ് ദ പ്രൊജക്ട്. അവർ ആ പ്രൊജക്ട് അഡോപ്റ്റ് ചെയ്യണോ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അവർ ആ പ്രൊജക്ട് അഡോപ്റ്റ് ചെയ്യണോ എന്ന് എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, പ്രൊജക്ട് Q1 അഡോപ്റ്റ് ചെയ്യണമെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, സോ പ്രൊജക്ട് Q1ന്റെ കേസ് എടുക്ക്, 2000 റൂം നൈറ്റ്സ് ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യാൻ പറ്റുക, പിന്നെ അവർക്ക് ഈ ഒരു പ്രൊജക്ട് 2000 റൂം നൈറ്റ്സ് എങ്കിലും വേണം, എന്നാലേ പ്രോഫിറ്റും ലോസും ഇല്ലാത്ത സിറ്റുവേഷൻ വരുള്ളൂ. എനിവേ ടോട്ടൽ ആ ഒരു ക്വാർട്ടറിൽ അവൈലബിൾ ആയിട്ടുള്ള റൂം നൈറ്റ്സ് എത്ര നോക്കുക. അവൈലബിൾ ആയിട്ടുള്ള റൂം നൈറ്റ്സ് ആ ഒരു ക്വാർട്ടറിൽ, Q1 എന്ന് പറയുന്ന ആ ഒരു ക്വാർട്ടറിൽ ഇവർക്ക് ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ള റൂം നൈറ്റ്സ് എത്ര നോക്കുക. എങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള റൂം നൈറ്റ്സ് നോക്കുക? ടോട്ടൽ 25 റൂമുണ്ട്. ഒരു വർഷം 365 ദിവസമുണ്ട്. ഓക്കെ, 25 റൂമുണ്ട്, ഒരു വർഷം 365 എന്തുണ്ട്, നൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ഒരു ക്വാർട്ടറിന് എത്ര ഉണ്ടാവും? 25 × 365/4. സോ ഇത്രയും അവൈലബിൾ റൂം നൈറ്റ്സ് ആ ഒരു ക്വാർട്ടറിൻ്റെ അകത്തുണ്ട് കേട്ടോ. ആ ഒരു ക്വാർട്ടറിൻ്റെ അകത്ത് ഇത്രയും അവൈലബിൾ റൂം നൈറ്റ്സ് ഉണ്ട്. പക്ഷെ അതിൽ 2000 റൂം നൈറ്റ്സ് പോയാൽ മതി. 2281 റൂം നൈറ്റ്സ് ആ ക്വാർട്ടറിൻ്റെ അകത്ത് അവർക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷെ അതിൽ 2000 റൂം നൈറ്റ്സ് പോയാൽ തന്നെ ബ്രേക്ക് ഈവൻ പോയിന്റ് ആവും. അതിന്റെ മുകളിൽ വന്നാൽ അവർക്ക് പ്രോഫിറ്റ് ആവും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അവരുടെ 900 യൂണിറ്റ്സ് ആൾറെഡി ഒക്യുപ്പൈഡ് ആണ്. എത്ര റൂം നൈറ്റ്സ്? 900 റൂം നൈറ്റ്സ് ആൾറെഡി ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ബാക്കി എത്രയേ ഉള്ളൂ? ബാലൻസ് എത്രയേ ഉള്ളൂ? 2281 റൂം നൈറ്റ്സ് ഉണ്ട്, അതിൽ 900 റൂം നൈറ്റ്സ് ഓൾറെഡി ഒക്യുപ്പൈഡ് ആണ്. ബാലൻസ് ഉള്ളത് 1381 റൂം നൈറ്റ്സ് ആണ്. പക്ഷേ ഇത്രയും റൂം നൈറ്റ്സ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മളെ ബ്രേക്ക് ഈവൻ പോയിന്റ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. കാരണം 2000 റൂം നൈറ്റ് വേണം. 2281 ആകെ ഒരു ക്വാർട്ടറിൽ റൂം നൈറ്റ്സ് ഉണ്ട്, അതിൽ 900 ഓൾറെഡി ഒക്യുപ്പൈഡ് ആണ്. ബാലൻസ് ഉള്ളത് 1381 ഉള്ളൂ. അതുകൊണ്ട് ഈ പ്രോജക്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, കമന്റ് ചെയ്ത് കൊടുക്കണം. സോ ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, കമന്റ് ചെയ്യാൻ പോവാണ്. അഗൈൻ അടുത്ത കമന്റ്. ഓക്കെ, അൺലൈക്ക് എഫ് എമ്മിന്റെ പോലെയല്ല, PM-ന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, പ്രത്യേകിച്ച് ഒരു ഫോർമാറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇന്നൊരു സ്പെസിഫിക് ഫോർമാറ്റ് ഒന്നുമില്ല, നമ്മളിങ്ങനെ ചെയ്ത് തന്നെ എന്ത് ചെയ്യണം, പഠിക്കണം. സോ അതിനെക്കുറിച്ച് കമന്റ് ചെയ്യാണ്. ദ അൽക്ക ഹോട്ടൽ കനോട്ട് പ്രൊസീഡ് വിത്ത്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൊസീഡ് വിത്ത് പ്രൊജക്ട് 1 ബിക്കോസ്, അതിന്റെ റീസൺ എന്താ? ബിക്കോസ് ദേ ഡോണ്ട് ഹാവ്, അവർക്ക് എന്തില്ല, don't have enough available room nights to achieve break even room nights. break even room nights അച്ചീവ് ചെയ്യാനുള്ള എന്തില്ല, റൂം നൈറ്റ് അവരുടെ കയ്യിൽ ഇല്ല. they have only 2281 room nights available in Q1, out of which 900 is already occupied. ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, 900 പോയിട്ടുണ്ട്, ഓൾറെഡി occupied. 900 എന്ത് ചെയ്തു, ഓൾറെഡി പോയിട്ടുണ്ട്. ബാക്കി അവരുടെ കയ്യിൽ they have, and thus they have, അവർക്ക് എന്തുണ്ട്, they have only 1381 available room nights for project 1. project 1-ന് ഇത്ര റൂം നൈറ്റ്സേ ഉള്ളൂ. however their break-even point for project 1, project 1-ന്റെ break-even point എത്ര is 2000 റൂം നൈറ്റ്സ്. 2000 റൂം നൈറ്റ്സ് ആണ് break-even point. റൂം നൈറ്റ് ഫോർ പ്രൊജക്ട് 1, 2000 റൂം നൈറ്റ്സ് ആണ്. they cannot
അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അച്ചീവ് ബ്രേക്ക് ഈവൻ. കാരണം ബ്രേക്ക് ഈവന് അച്ചീവ് ചെയ്യാനുള്ള എന്തെടുക്കാൻ പറ്റില്ല, ബ്രേക്ക് ഈവൻ പോയിന്റ്. അത്രയും റൂം നൈറ്റ്സ് അവർക്കില്ല. ബ്രേക്ക് ഈവൻ പോയിന്റ് അച്ചീവ് ചെയ്യാൻ മാത്രമുള്ള റൂം നൈറ്റ്സ് അവരെ സംബന്ധിച്ച് പ്രൊജക്ട് 1 ചെയ്യാൻ ക്വാർട്ടർ 1 ഇല്ലടോ. സോ അത്രയും എഴുതി കൊടുത്തു. ഇത്രയും എഴുതി കൊടുത്താൽ എത്ര മാർക്ക് കിട്ടും? വീണ്ടും 4 മാർക്ക് അതിനുണ്ട്. ഇനി അടുത്തത് റിക്വയർമെന്റ് ഡി നോക്ക്. ഡി, യൂസിംഗ് ദ ഗ്രാഫ് ക്വാണ്ടിഫൈ ആൻഡ് കമന്റ് അപ്പോൺ ഫൈനാൻഷ്യൽ എഫക്ട് ഓഫ് പ്രൊജക്ട് 2 ഓൺ അൽക്ക ഹോട്ടൽ. ഓക്കെ, ആ ഒരു ഗ്രാഫ് യൂസ് ചെയ്തിട്ട്, ഞാൻ പറഞ്ഞ ഗ്രാഫ് വരക്കാണ്ടാവില്ല, പക്ഷേ ഗ്രാഫ് യൂസ് ചെയ്തിട്ട് ഇന്റർപ്രിട്ടേഷൻ ചെയ്യാണ്ടാവും. ഓക്കെ, ഇന്റർപ്രിട്ടേഷൻ ചെയ്യാണ്ടാവും. ആ ഗ്രാഫ് യൂസ് ചെയ്തിട്ട് ക്വാണ്ടിഫൈയും ചെയ്യണം, അതേപോലെ കമന്റും ചെയ്യണം. ഓക്കെ, കണക്കൂട്ടും വേണം, അതിനെക്കുറിച്ച് കമന്റും ചെയ്യും വേണം. ഓൺ പ്രൊജക്ട് 2, പ്രൊജക്ട് 2 എന്ന് പറയുന്ന ആ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് ക്വാണ്ടിഫൈയും ചെയ്യണം, അതേപോലെ തന്നെ കമന്റും ചെയ്യണം. 4 മാർക്കേ കാൽക്കുലേഷൻ ഉള്ളൂ, ബാക്കി 4 മാർക്ക് എന്താണ്, കമന്റിനുള്ളത്. ഓക്കെ, എനിവേ പ്രൊജക്ട് 2നെ പറ്റി എന്തൊക്കെയാ പറയുന്നത് നോക്കാം. സോ 4ാമത്തെ റിക്വയർമെന്റ് ആവശ്യമായ ഫിഗേഴ്സ് ഒക്കെ ഈ പ്രൊജക്ട് 2ന്റെ അകത്ത് ഉണ്ടാവും. എനിവേ എന്തൊക്കെയാണ് പ്രൊജക്ട് 2ന്റെ അകത്ത് പറയുന്നത്? ദർ ഈസ് എ സ്കോപ്പ് ടു എക്സ്റ്റെൻഡ് അൽക്ക ഹോട്ടൽ. അൽക്ക ഹോട്ടൽ എക്സ്റ്റെൻഡ് ചെയ്യാനൊരു സ്കോപ്പ് ഉണ്ട്. ഓക്കെ, പ്രൊജക്ട് 2 ആ ഒരു ക്വാർട്ടർ 1 അൽക്ക ഹോട്ടൽ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ക്രിയേറ്റ് ഇനഫ് സ്പേസ് ടു ഓപ്പറേറ്റ് എ റെസ്റ്റോറന്റ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഹിസ് ഗസ്റ്റ്. അതായത് ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറന്റും കൂടി തുറക്കാൻ പറ്റും. ഓക്കെ, അൽക്ക ഹോട്ടൽ കേട്ടോ. ദ ആനുവൽ കോസ്റ്റ് ആൻഡ് റവന്യൂ ആൻഡ് വോളിയം ഫോർ ദ കമ്പൈൻഡ് റെസ്റ്റോറന്റ് ആൻഡ് ഹോട്ടൽ ആർ ഇല്ലുസ്ട്രേറ്റഡ് ഇൻ ദ ഫോളോയിങ് ഗ്രാഫ്. ഒരു വർഷത്തെ ടോട്ടൽ, ഓക്കെ, ഒരു വർഷത്തെ ടോട്ടൽ പിന്നെ കോസ്റ്റും, ഒരു വർഷത്തെ കേട്ടോ, ക്വാർട്ടറിലല്ല, ഒരു വർഷത്തെ ടോട്ടൽ ആനുവൽ കോസ്റ്റും റവന്യൂ വോളിയം ഒക്കെ താഴത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഗ്രാഫിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഹോട്ടലും റെസ്റ്റോറൻറ്റും കൂടി തുറന്നാലുള്ള ബ്രേക്ക് ഈവൻ ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫൈനാൻഷ്യൽ എഫക്റ്റ്, എന്തൊക്കെ ഫൈനാൻഷ്യൽ എഫക്റ്റ് ആണ് സംഭവിക്കുക എന്നുള്ളത് എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം കേട്ടോ. എനിവേ സോ ICCI പറയുന്ന അവരുടെ റെക്കമെൻഡഡ് പിന്നെ ആൻസർ പ്രകാരം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നിലവിൽ മീൻസ് അങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, നമ്മളിപ്പോൾ ഡി ചെയ്യാണ്, അങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. ആ പ്രൊജക്റ്റിന് ചെയ്യുകയാണെങ്കിൽ ആ പ്രൊജക്റ്റിന് മുന്നേ ഉള്ള കുറച്ച് ഫിഗേഴ്സും കാണണം, അതിന് ശേഷമുള്ള ആ പ്രൊജക്റ്റിന് ശേഷമുള്ള കുറച്ച് ഫിഗേഴ്സും കാണണം. ഓക്കെ, ആ പ്രൊജക്റ്റിന് മുന്നേ ഉള്ള കുറച്ച് ഫിഗേഴ്സും കാണണം, ആ പ്രൊജക്റ്റിന് ശേഷമുള്ള ഫിഗേഴ്സും കാണണം. പ്രൊജക്റ്റിന് മുന്നേ ഈ ഒരു അൽക്ക ഹോട്ടലിന്റെ ബ്രേക്ക് ഈവൻ പോയിന്റ് എത്ര റൂം നൈറ്റ്സ് ആണ് അത് കാണേണ്ടി വരും. ബ്രേക്ക് ഈവൻ പോയിന്റ്. ഓക്കെ, പ്രൊജക്റ്റിന് മുന്നുള്ള ഇവരുടെ റവന്യൂ അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ റവന്യൂ പെർ നൈറ്റ്. ഓക്കെ, അത് കാണണം. സെയിൽസിന്, അതായത് ഈ പ്രൊജക്റ്റ് ചെയ്തതിന് ശേഷമുള്ള എന്തൊക്കെയാണ് ഡിഫറൻസ് വരിക എന്ന് കാണണം. ഓക്കെ, ബിഫോറും കാണണം, ആഫ്റ്ററും കാണണം. അതേപോലെ വേരിയബിൾ കോസ്റ്റ് പെർ നൈറ്റ്, പെർ ഓക്യുപ്പൈഡ് റൂം നൈറ്റിന്റെ വേരിയബിൾ കോസ്റ്റ് കാണണം. അതേപോലെ ഫിക്സഡ് കോസ്റ്റ് കാണണം, ഫിക്സഡ് കോസ്റ്റ്. ഓക്കെ, പെർ നൈറ്റ് വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ കാണാം. പെർ നൈറ്റ് കാണുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ കാണാം. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എത്രയാണ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്, ബ്രേക്ക് ഈവൻ പോയിന്റ് ഏതാണ്, പിന്നെ അതേപോലെ പ്രോഫിറ്റ് എത്ര കിട്ടും, ഈ പ്രൊജക്ട് ചെയ്യുന്നതിന് മുമ്പും ചെയ്തതിന് ശേഷമുള്ള കേട്ടോ. അതൊക്കെയാണ് ഫൈനാൻഷ്യൽ എഫക്റ്റ്, എന്തൊക്കെയാണ് സാമ്പത്തികമായി ഈ പ്രൊജക്ട് ചെയ്തതിന് ശേഷം എഫക്റ്റ് വരിക എന്നുള്ളതാണ്. പ്രോഫിറ്റ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ നമുക്ക് വേണമെങ്കിൽ മാർജിൻ ഓഫ് സേഫ്റ്റി കാണാം, വേണമെങ്കിൽ മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻ പെർസെൻറ്റേജും കാണാം. ഓക്കെ, മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻ പെർസെൻറ്റേജിലും കാണാം കേട്ടോ. സോ ഇതൊക്കെ ഫൈനാൻഷ്യൽ എഫക്റ്റാണ് ഇവർക്ക് ഉണ്ടാകുന്ന ഈ ഒരു പ്രൊജക്ട് ചെയ്യുന്നതിന് മുമ്പും ഈ പ്രൊജക്ട് ചെയ്യുന്നതിന് ശേഷമുള്ള ഇവരുടെ ഫൈനാൻഷ്യൽ എഫക്റ്റുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാണാം. ഇത് കണ്ടാൽ മാത്രം പോരാ, ഇതിന്റെ മുകളിൽ എന്ത് ചെയ്യണം, കമന്റും ചെയ്യണം. സോ ഈ പ്രൊജക്ട് ചെയ്താൽ എത്ര കൂടും, ഇൻക്രിമെന്റ് എത്ര വരും, ഓക്കെ, അതിന് വേണമെങ്കിൽ ഒരു പെർസെൻറ്റേജ് നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. എനിവേ ഈ പ്രൊജക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവരുടെ ബ്രേക്ക് ഈവൻ പോയിന്റ്, അതായത് എത്രയാണ് ലാഭം കിട്ടേണ്ടത്, മീൻസ് ഏത് പോയിന്റിലെത്തിയാണ് ലാഭം നഷ്ടമില്ലാത്ത പോയിന്റ് വരിക, അത് ആ പ്രൊജക്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ഫിഗേഴ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് കാണാൻ പറ്റും. കാരണം നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് പല കാര്യങ്ങളും. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ 5000 റൂം നൈറ്റ്സ് ആണ്. സോ 5000 റൂം നൈറ്റ്സ് ആണ് ഈ പ്രൊജക്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ബ്രേക്ക് ഈവൻ പോയിന്റ്. സെയിൽസ് റവന്യൂ എന്ന് പറഞ്ഞാൽ ഒരു റൂം നൈറ്റ് പോയി കഴിഞ്ഞാൽ അവർക്ക് $150 എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ സെയിൽസ് റവന്യൂ കിട്ടുന്നുണ്ട്. സോ നേരത്തെ ഇവിടെ പറഞ്ഞു, ഒരു റൂം നൈറ്റ് പോയി കഴിഞ്ഞാൽ $150 സെയിൽസ് റവന്യൂ കിട്ടുന്നുണ്ട്. ഓക്കെ, അങ്ങനത്തെ എത്ര റൂം നൈറ്റ്സ് അവർക്ക് പോകുന്നുണ്ട്, എത്ര റൂം നൈറ്റ്സ് പോകുന്ന അവർ ബഡ്ജറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ മുകളിൽ കണ്ടു. ബഡ്ജറ്റ് റൂം നൈറ്റ്സ് 6387 റൂം നൈറ്റ്സ് ആണ് പോകുമെന്ന് അവർ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത്. സോ ഇത്രയും റവന്യൂ എന്ത് ചെയ്യുന്നുണ്ട്, നിലവിൽ അവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. മീൻസ് നിലവിലെ പോളിസി പ്രകാരം ഇത്ര ബഡ്ജറ്റഡ് റൂം നൈറ്റ്സിന് ഇത്ര റവന്യൂ നിലവിൽ കിട്ടുമെന്നാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. വേരിയബിൾ കോസ്റ്റ് വരുന്നത് ഒരു റൂം നൈറ്റിന് നിലവിൽ $60 ആണ്. ഇൻറ്റു വേരിയബിൾ കോസ്റ്റ് വരിക എന്ന് പറഞ്ഞാൽ എത്ര റൂം നൈറ്റ്സ് അവർ ബഡ്ജറ്റ് ചെയ്ത്, 6387 റൂം നൈറ്റ്സ് ബഡ്ജറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും റൂം നൈറ്റ്സ് വേരിയബിൾ കോസ്റ്റ് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത്. ഇനി അതേപോലെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിലവിൽ 6 lakh ആണ് ഫിക്സഡ് കോസ്റ്റ് പെർ ഇയർ. സോ 6 lakh നിലവിൽ 6 lakh ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് എങ്ങനെ കാണുക, ഈ ടോട്ടൽ സെയിൽസ് റവന്യൂവിൻ്റെ അകത്തുനിന്ന് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റും ഫിക്സഡ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റും, അതായത് ടോട്ടൽ റവന്യൂവിൻ്റെ അകത്തുനിന്ന്
വേരിയബിൾ കോസ്റ്റും കുറക്കണം, ഫിക്സഡ് കോസ്റ്റും കുറക്കണം. അപ്പോൾ എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. സോ നിലവിലുള്ള പ്രോഫിറ്റ് എത്രയാണ്? നിലവിലുള്ള മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 6300 നമ്മൾ മാർജിൻ ഓഫ് സേഫ്റ്റി ഓൾറെഡി ഇവിടെ കണ്ടിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? നേരെ ഈ വാല്യൂ എടുക്കാം. ഓക്കെ, ഈ വാല്യൂ ഓൾറെഡി നമ്മൾ നിലവിലുള്ള മാർജിൻ ഓഫ് സേഫ്റ്റി കണ്ടിട്ടുണ്ട്. അത് ഇത്രയും യൂണിറ്റ്സാണ്, 1387 യൂണിറ്റ്സ് ആണ് മാർജിൻ ഓഫ് സേഫ്റ്റി. മാർജിൻ ഓഫ് സേഫ്റ്റിന്റെ പെർസെൻറ്റേജ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. സോ അത് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ എടുത്തു. സോ ഇത്രയും ഡാറ്റ നിലവിലുള്ള ഫിഗേഴ്സ് ആണ്. അത് ഈ ഒരു പ്രൊജക്ട്, രണ്ടാമത്തെ പ്രൊജക്ട് ചെയ്താൽ എന്തൊക്കെ ഡിഫറൻസ് വരിക? ആ ഗ്രാഫ് നോക്കിയിട്ട് എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. എത്രത്തോളം ഇൻക്രിമെന്റ് ഉണ്ട്, എന്നിട്ട് അതിന്റെ മുകളിൽ എന്ത് ചെയ്യണം? നമ്മൾ കമന്റ് ചെയ്യണം കേട്ടോ. സോ ഇതിലെല്ലാം എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിവിടെ പലതും ഞാൻ അറിയുന്നതുകൊണ്ട്, അത് ഞാൻ ആൻസർ ചെയ്തതുകൊണ്ട് എനിക്ക് അറിയാം. അതുകൊണ്ട് മീൻസ് നിങ്ങളിപ്പോൾ ഒരു 3 4 ഒക്കെ ഒരു ഫൈനാൻഷ്യൽ എഫക്ട് കാണാൻ വേണ്ടിയിട്ട് 3 4 എടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. സോ ഇതൊക്കെയാണ് ഫൈനാൻഷ്യൽ വാല്യൂ, റവന്യൂ, വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, പ്രോഫിറ്റ് ഒക്കെ. അത് ഈ രണ്ടാമത്തെ പ്രൊജക്ട് ചെയ്താൽ ഇതിനൊക്കെ എന്തൊക്കെ ഡിഫറൻസ് ആണ് വരിക എന്നുള്ളത്. ഓക്കെ, സോ രണ്ടാമത്തെ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് ആ ഗ്രാഫ് നോക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റും? പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കണം. ഇതൊരു ബ്രേക്ക് ഈവൻ ചാർട്ടാണ്. ആദ്യം നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ്. ഓക്കെ, ഇവിടെ എക്സ് ആക്സിസിന്റെ അകത്ത് ഒക്യുപ്പൈഡ് റൂം നൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. വൈ ആക്സിസിന്റെ അകത്ത് ഡോളർ, അതായത് സെയിൽസും കോസ്റ്റ് ഒക്കെ ഉള്ള ഡോളേഴ്സ്, ഇത്ര ഡോളർ സെയിൽസ്, ഇത്ര ഡോളർ കോസ്റ്റ് എന്ന് വൈ ആക്സിന്റെ അകത്തും കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്കൊരു കാര്യം എളുപ്പം കാണാൻ പറ്റും. ബ്രേക്ക് ഈവൻ പോയിന്റ്, ഓക്കെ, നേരത്തെ ബ്രേക്ക് ഈവൻ പോയിന്റ് 5000 റൂം നൈറ്റ്സ് ആയിരുന്നു. ഇപ്പോഴത്തെ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏത് പോയിന്റാ? ടോട്ടൽ കോസ്റ്റും ടോട്ടൽ സെയിൽസും. ഇതാണ് ടോട്ടൽ കോസ്റ്റിന്റെ ഫിഗർ ലൈൻ, ഇതാണ് ടോട്ടൽ സെയിൽസിന്റെ ഫിഗർ. സോറി, ടോട്ടൽ കോസ്റ്റിന്റെയും ടോട്ടൽ സെയിൽസിന്റെയും ഫിഗർ ലൈൻസ് ഇതാണ്. ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ്, ഇതാണ് ബ്രേക്ക് ഈവൻ പോയിന്റ്. ആ ബ്രേക്ക് ഈവൻ പോയിന്റിലുള്ള അവർ എത്ര റൂം നൈറ്റ്സ് ഉണ്ട്? 5161. സോ 5161 ആണ് പ്രൊജക്ട് 2 ചെയ്താലുള്ള ബ്രേക്ക് ഈവൻ പോയിന്റ്. സോ നേരത്തെ 5000 ആയിരുന്നു, ഇപ്പൊ എത്രയായി? 5161 റൂം നൈറ്റ്സ് ആയിട്ടോ. 5161 റൂം നൈറ്റ്സ് ആയി. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് കാണാൻ പറ്റും, എളുപ്പം കാണാൻ പറ്റുന്നതാ? മാർജിൻ ഓഫ് സേഫ്റ്റി. ബ്രേക്ക് ഈവൻ പോയിന്റ് 5161 ആണ്. ഇവർ പറയുന്നത് ടോട്ടൽ ബഡ്ജറ്റ് ചെയ്യുന്നത് ഈ ഒരു ഗ്യാപ്പ് ഉണ്ടോ? ഈ ഒരു ഗ്യാപ്പാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. അപ്പോൾ ടോട്ടൽ ബഡ്ജറ്റ് ചെയ്യുന്നത് 7300 റൂം നൈറ്റ് പോകുന്ന, ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് അല്ലേ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ. 7300 റൂം നൈറ്റ്സ് പോയി കഴിഞ്ഞാലാണ് എന്താവുക? 7300 റൂം നൈറ്റ്സ് പോകുന്നതാണ് അവർ ബഡ്ജറ്റ് ചെയ്തിട്ടുള്ളത്. ബ്രേക്ക് ഈവൻ ആവുക 5161. അവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് മാർജിൻ ഓഫ് സേഫ്റ്റി. സോ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഈ പ്രൊജക്ട് ചെയ്താൽ 7300 മൈനസ് 5161, ഇത്രയും എന്തുണ്ട്? 2131 യൂണിറ്റ്സ്, അതായത് അത്രയും റൂം നൈറ്റ്സ് എന്തുണ്ട്? മാർജിൻ ഓഫ് സേഫ്റ്റി ഉണ്ട്. നേരത്തെ മാർജിൻ ഓഫ് സേഫ്റ്റി എത്രയായിരുന്നു? 1387 ഉള്ളൂ. ഇപ്പോൾ എത്രയായി? 2139 ആയിട്ടോ, കൂടി. മാർജിൻ ഓഫ് സേഫ്റ്റി കൂടിയിട്ടുണ്ട് ഈ പ്രൊജക്ട് 2 ചെയ്ത് കഴിഞ്ഞാൽ. ഇനി മാർജിൻ ഓഫ് സേഫ്റ്റി പെർസെൻറ്റേജിൽ നമുക്ക് വേണമെങ്കിൽ കാണാം. പെർസെൻറ്റേജിൽ എങ്ങനെ കാണുക? മാർജിൻ ഓഫ് സേഫ്റ്റി ഡിവൈഡഡ് ബൈ, ഓക്കെ, അത് ബഡ്ജറ്റഡ് സെയിൽസ് മൈനസ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ബഡ്ജറ്റഡ് സെയിൽസും മൈനസ് ബ്രേക്ക് ഈവൻ പോയിന്റ്. സോ ആ വാല്യൂ ആണ് മാർജിൻ ഓഫ് സേഫ്റ്റി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ന്യൂമറേറ്റർ മാർജിൻ ഓഫ് സേഫ്റ്റി എടുത്തു, ഡിനോമിനേറ്ററിൽ ബഡ്ജറ്റഡ് സെയിൽസ്. ഇവിടെ ബഡ്ജറ്റഡ് സെയിൽസ് എത്ര? 7300 റൂം നൈറ്റ്സ്. അത്രയും റൂം നൈറ്റ് പോകുമെന്നാണ് ബഡ്ജറ്റ് ചെയ്തിട്ടുള്ളത്. സോ എന്ത് കിട്ടി? 29% മാർജിൻ ഓഫ് സേഫ്റ്റി കേട്ടോ. 29%. നേരത്തെ എത്ര ഉള്ളായിരുന്നു? നേരത്തെ 22% മാർജിൻ ഓഫ് സേഫ്റ്റി ഉള്ളൂ. ഇപ്പോൾ എത്രയായി മാറി? 29% മാർജിൻ ഓഫ് സേഫ്റ്റി ആയി. ഇനി നമുക്ക് എളുപ്പം കിട്ടുക, ഇവിടെ ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്. ഫിക്സഡ് കോസ്റ്റ് ഉണ്ടോ? എല്ലാം ഫിക്സഡ് ആണ്. എത്ര റൂം നൈറ്റ്സ് പോയാലും ഫിക്സഡ് ആണ്. ഫിക്സഡ് കോസ്റ്റ് വരിക 800 ആണ്. $800,000 ആണ് ഈ പ്രൊജക്ട് 2 ചെയ്താലുള്ള ഫിക്സഡ് കോസ്റ്റ്. ഓക്കെ, നേരത്തെ 600,000 ആയിരുന്നു. ഇപ്പം എന്തായി? ഫിക്സഡ് കോസ്റ്റ് കൂടി, 800,000 ആയി പ്രൊജക്ട് 2 ചെയ്താലുള്ള ഫിക്സഡ് കോസ്റ്റ്. ഇനി പ്രൊജക്ട് 2 ചെയ്താലുള്ള റവന്യൂ നമ്മൾ എന്ത് ചെയ്യണം? നോക്കണം. അത് സെയിൽസ് റവന്യൂ എടുക്കുന്ന സമയത്തടാ വേറെ പ്രശ്നമുണ്ട്. ഇവിടെ ഇതൊക്കെയാണ് PM-ന്റെ പ്രശ്നം. ഇവിടെ സെയിൽസ് റവന്യൂ എടുക്കുന്ന സമയത്ത് സാധാരണ സ്റ്റുഡൻസ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താ വെച്ചാൽ, നേരെ പോയിട്ട് എന്ത് ചെയ്യും? സെയിൽസ് റവന്യൂ, ഇതല്ല സെയിൽസ്. ഇപ്പോൾ സെയിൽസ് എന്ന് പറഞ്ഞാൽ 2 മില്യൺ, അതായത് ഇവിടെ എന്തുണ്ട്? 2 മില്യൺ ഉണ്ട്. 2 മില്യൺ ആണെന്ന് വിചാരിക്കും. ഓക്കെ, 2 മില്യൺ ആണ് സെയിൽസ്. എത്ര റൂം നൈറ്റ്സ് പോവുകയാണെങ്കിൽ? 8000 റൂം നൈറ്റ്സ് പോവുകയാണെങ്കിൽ 2 മില്യൺ ആണ് സെയിൽസ്. പക്ഷേ 8000 റൂം നൈറ്റ്സ് പോകുന്നില്ല. ഇവർ ബഡ്ജറ്റ് ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ. അതാണ് ഈ മാർജിൻ ഓഫ് സേഫ്റ്റി പറയുന്നത് കേട്ടോ. 7300 റൂം നൈറ്റ്സ് പോവും എന്നേ അവർ എന്ത് ചെയ്യുന്നുള്ളൂ? ബഡ്ജറ്റ് ചെയ്യുന്നുള്ളൂ. ഗ്രാഫിൻ്റെ അകത്ത് 8000 കൊടുത്തുന്നുള്ളൂ. സോ 8000 റൂം നൈറ്റ്സ് പോവുകയാണെങ്കിലാണ് 2000 സെയിൽസ് റവന്യൂ വരിക. നമുക്ക് എത്രേ പോകുന്നുള്ളൂ? 7300 റൂം നൈറ്റ്സേ പോകുന്നുള്ളൂ. സോ 7300 റൂം നൈറ്റ്സിന്റെ സെയിൽസ് റവന്യൂ കാണണം. ഈ സെയിൽസ് റവന്യൂ ആയ 2 മില്യൺ എന്ന് പറയുന്നത് എത്ര റൂം നൈറ്റ്സിനുള്ളതാ? 8000 റൂം നൈറ്റ്സിനുള്ളതാ. അപ്പോൾ ഡിവൈഡഡ് ബൈ 8000 ചെയ്തു, ഇൻറ്റു എത്ര റൂം നൈറ്റ്സേ പോകുന്നുള്ളൂ? 7300. അതാണ് നമ്മൾ ബഡ്ജറ്റ് ചെയ്യുന്നത്. അത്ര റൂം നൈറ്റ്സേ പോകുമെന്നുള്ളൂ. ഗ്രാഫിൻ്റെ അകത്ത് അങ്ങനെ 8000 കൊടുത്തുള്ളൂ കേട്ടോ. സോ 7300 റൂം നൈറ്റ്സിന്റെ, അതായത് ഈ ഒരു പോയിന്റിലുള്ള സെയിൽസ് റവന്യൂ, ഈ സെയിൽസ് റവന്യൂ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, 18,25,000. എത്ര ഇല്ല? 2 മില്യൺ ഇല്ല കേട്ടോ. 20 ലക്ഷം ഇല്ല. 18,25,000 ഉള്ളൂ. ഓക്കെ, ഇനി വേരിയബിൾ കോസ്റ്റ് കാണണം. അതായത് ഈ ഒരു പോയിന്റിലുള്ള വേരിയബിൾ കോസ്റ്റ് കാണണം. ഓക്കെ, ആ പോയിന്റിലുള്ള വേരിയബിൾ കോസ്റ്റ് കാണണം. അപ്പോൾ നമ്മൾ എന്ത് കണ്ടു? നേരത്തെ ഫിക്സഡ് കോസ്റ്റ് ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഈ ഒരു പോയിന്റിലുള്ള
കോസ്റ്റ് കണ്ട, ടോട്ടൽ കോസ്റ്റ് കണ്ട എന്ത് കിട്ടില്ല, വേരിയബിൾ കോസ്റ്റ് വേറെ, ടോട്ടൽ കോസ്റ്റ് അല്ല. ടോട്ടൽ കോസ്റ്റിൻ്റെ അകത്ത് ഫിക്സഡ് കോസ്റ്റ് കുറച്ച വാല്യൂ ആണ് എന്ത് വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. സോ ഇതാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു പോയിന്റിലുള്ള വേരിയബിൾ കോസ്റ്റ് കാണണം. വേരിയബിൾ കോസ്റ്റ് എങ്ങനെ കാണാൻ പറ്റും? വേരിയബിൾ കോസ്റ്റ് കാണാൻ നോക്ക്, 8000 റൂം നൈറ്റ്സ് പോവുകയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് വരിക 15000 മീൻസ് 1560. ഓക്കെ, 8000 റൂം നൈറ്റ്സ് പോവുകയാണെങ്കിൽ. സോ 1560, 3 സീറോസ് ഉണ്ട്, 1560 3 സീറോ, ഇതാണ് 8000 റൂം നൈറ്റ് പോവുകയാണെങ്കിലുള്ള ടോട്ടൽ കോസ്റ്റ് വരുന്നത്. ഓക്കെ, സോ 8000 റൂം നൈറ്റ് പോകുമ്പോൾ ടോട്ടൽ കോസ്റ്റ് ആണ് 1560. ഓക്കെ, അതായത് 15,60,000, 15,60,60,000. പക്ഷേ യഥാർത്ഥത്തിൽ അത്ര പോകുന്നുണ്ടോ? ഇല്ല, 7300 പോകുന്നുള്ളൂ. അതിന്റെ വേരിയബിൾ കോസ്റ്റ് ആണ് കണ്ടത്. എനിവേ ഇത് ടോട്ടൽ കോസ്റ്റ് ആണ്. ഇതിന്റെ അകത്തുനിന്ന് എന്ത് കുറക്കണം? ഇതിന്റെ അകത്തുനിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറക്കണം. ഫിക്സഡ് കോസ്റ്റ് എത്രയാ? 800,000. ഓക്കെ, 8 ലക്ഷം ഫിക്സഡ് കോസ്റ്റാണ്. 8 ലക്ഷം ഫിക്സഡ് കോസ്റ്റ് ആണ്. സോ ആ 8 ലക്ഷം ഫിക്സഡ് കോസ്റ്റ് കുറച്ചാലുള്ള ഈ ഒരു ഫിഗർ, ഓക്കെ, ഈ ഒരു ഫിഗർ ആണ് എത്ര റൂം നൈറ്റ്സ് പോകുമ്പോഴുള്ള ടോട്ടൽ കോസ്റ്റ്, മീൻസ് വേരിയബിൾ കോസ്റ്റ്. 8000 റൂം നൈറ്റ്സ്, അതായത് ഇത്രയും റൂം നൈറ്റ്സ് പോകുമ്പോഴുള്ള ടോട്ടൽ കോസ്റ്റ് ആണ്. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് അത്രയും റൂം നൈറ്റ്സ് പോകുമ്പോഴുള്ള ടോട്ടൽ കോസ്റ്റ് അല്ല. അപ്പോൾ ഡിവൈഡഡ് ബൈ 8000 ചെയ്യാം. നമുക്ക് വേണ്ടത് എത്ര റൂം നൈറ്റ്സ് പോകുമ്പോഴുള്ള ടോട്ടൽ കോസ്റ്റാണ്? 7300 റൂം നൈറ്റ്സ് പോകുമ്പോഴുള്ള ടോട്ടൽ കോസ്റ്റ് ആണ്. 8000 പോകുന്നില്ല. സോ ഡിവൈഡഡ് ബൈ 8000 ഇൻറ്റു 7300 ചെയ്തു. അപ്പോൾ കിട്ടുന്ന ഒരു വാല്യൂ ഇതാണ്. 7300 യൂണിറ്റ്സ് പോവുകയാണെങ്കിലുള്ള 7300 യൂണിറ്റ്സ് പോവുകയാണെങ്കിലുള്ള വേരിയബിൾ കോസ്റ്റ് കേട്ടോ. 7300 യൂണിറ്റ്സ് പോകുമ്പോഴുള്ള വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, സോ ഓക്കെ, ഇവിടെ സോറി ഒരു സീറോ കൂടി ഉണ്ട്, 800,000. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു? ഈ വാല്യൂയിൽ നിന്ന് ഈ വാല്യൂ ഡിഡക്ട് ചെയ്തു. ടോട്ടൽ കോസ്റ്റിൻ്റെ അകത്ത് നിന്ന് വേരിയബിൾ കോസ്റ്റ് ഡിഡക്ട് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടും? സോറി, ഫിക്സഡ് കോസ്റ്റ് ഡിഡക്ട് ചെയ്തു. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് കിട്ടും. പക്ഷേ ആ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 8000 റൂം നൈറ്റ്സ് പോകുമ്പോഴുള്ള വേരിയബിൾ കോസ്റ്റ് ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്തു? 7300 റൂം നൈറ്റ്സ് പോകുമ്പോഴുള്ള വേരിയബിൾ കോസ്റ്റ് ആക്കി മാറ്റി. സോ ഇതിന്റെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 6,93,000, ഇത്രയാണ് വേരിയബിൾ കോസ്റ്റ് വാല്യൂ വരുന്നത്. സോ ഇതിന്റെ രണ്ടിന്റെയും സമ്മ്, ഓക്കെ, ഇതിന്റെ രണ്ടിന്റെയും സമ്മാണ് ടോട്ടൽ കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും. സോ ഇനി എന്ത് ചെയ്യണം? പ്രോഫിറ്റ് കാണണം. പ്രോഫിറ്റ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? Ctrl+C Ctrl+V അടിച്ചാൽ മതി. ഇവിടുത്തെ വാല്യൂ വരും. സോ നേരത്തെ പ്രോഫിറ്റ് ഉണ്ടായിരുന്നത് 1,66,500 ഡോളറാണ്. ഇപ്പോൾ $3,31,500 എന്തുണ്ട്? പ്രോഫിറ്റ് ഉണ്ട്. സോ ആ പ്രൊജക്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള വാല്യൂസും ആ പ്രൊജക്റ്റ് ചെയ്യുന്നതിന് ശേഷമുള്ള വാല്യൂസ് ഒക്കെ എന്ത് ചെയ്തു? നമ്മൾ കണ്ടു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എത്ര ഡോളറാണ് ഇൻക്രിമെന്റ് ഉള്ളത്? ഇൻക്രിമെന്റ് എത്ര ഡോളറാണ് ഉള്ളത് എന്ത് ചെയ്യണം? ഇവിടെ പറഞ്ഞു കൊടുക്കണം. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? കമന്റ് ചെയ്യാം. മീൻസ് ഇതൊക്കെ കണ്ടു, ഫൈനാൻഷ്യൽ എഫക്റ്റ് കണ്ടു. അതിന്റെ മുകളിൽ എന്ത് പറയുന്നുണ്ട്? അവർ കമന്റ് ചെയ്യാനും പറയുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യാണ്? കമന്റ് ചെയ്യാണ്. സോ നമ്മൾ എന്ത് ചെയ്യാണ്? കമന്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഓരോ കാര്യങ്ങളും കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാം? കമന്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ബ്രേക്ക് ഈവൻ പോയിന്റ്. ഓരോ ഫൈനാൻഷ്യൽ എഫക്റ്റിനെ കുറിച്ചും നമുക്ക് എന്ത് ചെയ്യാം? കമന്റ് ചെയ്യാം. സോ ഈ ഒരു പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിലവിലെ ബ്രേക്ക് ഈവൻ പോയിന്റ് 5000 യൂണിറ്റ്സ് ആണ്, റൂം നൈറ്റ്സ് ആണ്. അത് എത്ര ആവും? 5161 റൂം നൈറ്റ്സ് ആവും. ഓക്കെ, 5161 റൂം നൈറ്റ്സ് ആവും. സോ നമ്മൾ അതിന് ബ്രേക്ക് ഈവൻ പോയിന്റിനെ കുറിച്ച് കമന്റ് ചെയ്യാണ്. ദ റൂം നൈറ്റ്സ്, ദ ബ്രേക്ക് ഈവൻ റൂം നൈറ്റ്സ് വിൽ ഇൻക്രീസ് ബൈ എത്ര റൂം നൈറ്റ്സ് ആണ് ഇൻക്രീസ് ചെയ്യുക? ജസ്റ്റ് ഇവിടെ ഇൻക്രീസ് എത്രയാണ് റൂം നൈറ്റ് ഉള്ളത്? ഇത്ര ഇൻക്രീസ് ചെയ്യും. അതായത് 161 റൂംസും കൂടി പോയാൽ എന്താവും? ഈ പ്രൊജക്ട് ചെയ്ത രണ്ടാമത്തെ പ്രൊജക്ട് ചെയ്താൽ അവർ ബ്രേക്ക് ഈവൻ പോയിന്റ് ആവട്ടോ. വിൽ ഇൻക്രീസ് ബൈ ഓൺലി എത്ര റൂം നൈറ്റ്സ് ഇൻക്രീസ് ആവുന്നത്? ഓൺലി 161 റൂം നൈറ്റ്സ്. അത്രയും റൂം നൈറ്റ്സ് എന്ത് ചെയ്യുന്നുള്ളൂ? ബ്രേക്ക് ഈവൻ പോയിന്റിൽ ഇൻക്രീസ് ആവുന്നുള്ളൂ. ഓക്കെ, വിച്ച് ഈസ് ഓൺലി എ സ്മോൾ ഡിഫറൻസ്. ഒരു ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഓൺലി എ സ്മോൾ ഡിഫറൻസ്, ഒരു ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞു. ഇനി രണ്ടാമത് നമ്മൾ പറയുന്നത് റവന്യൂ ആണ്. റവന്യൂ എത്ര കൂടും ഈ ഒരു പ്രൊജക്ട് ചെയ്താൽ? റവന്യൂ എത്ര കൂടും? സോ റവന്യൂവിൽ എത്ര വ്യത്യാസമുണ്ട്? ആ പ്രൊജക്ട് രണ്ടാമത്തെ പ്രൊജക്ട് ചെയ്തതിന് ശേഷം നിലവിലുള്ള പ്രൊജക്റ്റിനേക്കാളും 6,70,500 എന്തുണ്ട്? റവന്യൂ ഉണ്ട് കേട്ടോ. ദ പ്രൊജക്ട് ടു എന്ത് ചെയ്യുന്നുണ്ട്? ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഇൻക്രീസ് ദെയർ റവന്യൂ ബൈ എത്ര ഡോളറാണ് കൂടുക? 6,75,250. 6,75,250, which is a സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ്. എന്താണ്? ഒരു വലിയ നല്ലൊരു എമൗണ്ട് ഡിഫറൻസ് ആണ്. ആ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും എമൗണ്ട് എന്താവും? റവന്യൂ കൂടും. റവന്യൂവിനെ പറ്റി പറഞ്ഞു.
ഇനി അതേപോലെ വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും. വേരിയബിൾ കോസ്റ്റ് കൂടുന്നുണ്ട്, അതേപോലെ തന്നെ എന്തും കൂടുന്നുണ്ട്, ഫിക്സഡ് കോസ്റ്റും കൂടുന്നുണ്ട്. ഓക്കെ, വേരിയബിൾ കോസ്റ്റും കൂടുന്നുണ്ട്, ഫിക്സഡ് കോസ്റ്റും കൂടുന്നുണ്ട്. ഓക്കെ, കോസ്റ്റ് എന്ന് പറയാം. കോസ്റ്റുകളെ പറ്റി പറയാം. ബോത്ത് വേരിയബിൾ കോസ്റ്റ് ആൻഡ് ഫിക്സഡ് കോസ്റ്റ് ഈസ് increasing after project 2. It is because അതെന്ത് കാരണമായിരിക്കും? ബിക്കോസ് ഓഫ് ദ കോസ്റ്റ് കൂടുന്നുണ്ട്, പക്ഷെ അതെന്ത് കാരണമായിരിക്കും? ബിക്കോസ് ഓഫ് ദ സെയിൽസ് റവന്യൂ ജനറേറ്റഡ്. നല്ല സെയിൽസ് റവന്യൂ കിട്ടുന്നുണ്ട്. അതുണ്ടാക്കുന്ന സെയിൽസ് റവന്യൂ കാരണമായിരിക്കും. ഓക്കെ, അത് പറഞ്ഞു. സോ ഇനി എന്ത് ചെയ്യാൻ പറ്റും? പ്രോഫിറ്റ്. ഓക്കെ, പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. പ്രോഫിറ്റ് കൂടുന്നുണ്ട്. ഓക്കെ, പ്രോഫിറ്റ് എത്ര കൂടും? അത് പ്രൊജക്ട് 2 ചെയ്താൽ നിലവിൽ കിട്ടുന്ന പ്രോഫിറ്റിനെക്കാളും എത്ര പ്രൊജക്ട് 2 ചെയ്താൽ കൂടും എന്നുള്ളത് പറയണം. ഓക്കെ, പ്രോഫിറ്റിൽ വരുന്ന ഇൻക്രിമെന്റ് 3,33,000 ആണ് പ്രൊജക്ട് 2 ചെയ്താലുള്ളത്. അതിന് മുമ്പുള്ളത് 1,60,000. അപ്പോൾ ഡിഫറൻസ് വരുന്നത് 1,60,000 പ്രോഫിറ്റിൽ ഡിഫറൻസ് വരുന്നുണ്ട്. ആഫ്റ്റർ പ്രൊജക്ട് 2 ദ പ്രോഫിറ്റ് വിൽ ഇൻക്രീസ് ബൈ, എത്ര പ്രോഫിറ്റ് കൂടും? ഇൻക്രീസ് ബൈ ഡോളർ 1,65,000. ആണെങ്കിൽ ബ്രാക്കറ്റിൽ, ഇതിൻ്റെയൊക്കെ ബ്രാക്കറ്റിൽ ഇതിൻ്റെ കാൽക്കുലേഷൻ മീൻസ് എന്തെങ്കിലും ഒരു ഹിന്റ് കൊടുക്കണേ. മുകളിലേക്ക് എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു ഹിന്റ് കൊടുക്കുക, അവർക്ക് എന്താവും, പെട്ടെന്ന് മനസ്സിലാവും. സോ ഇവിടെ ഒരു ഡോളർ സിമ്പിൾ കൊടുക്കണമായിരുന്നു. ഓക്കെ, ഇത്രയും പ്രോഫിറ്റ് കൂടും, വിച്ച് ഈസ് ആൾസോ എന്താണ്, ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ആണ്. നല്ല പ്രോഫിറ്റ് കൂടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു പെർസെൻറ്റേജ് എത്ര ശതമാനം കൂടുന്നുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. പ്രൊജക്ട് 2 ചെയ്താൽ പ്രോഫിറ്റ് കൂടുന്നുണ്ട്. അതേപോലെ തന്നെ മാർജിൻ ഓഫ് സേഫ്റ്റിയും എന്തുണ്ട്, നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. സോ മാർജിൻ ഓഫ് സേഫ്റ്റിയിലും ഡിഫറൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ മാർജിൻ ഓഫ് സേഫ്റ്റി പെർസെൻറ്റേജിലാണെങ്കിലും ഡിഫറൻസ് വരുന്നുണ്ട്. സോ അടുത്തത് നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കാം? മാർജിൻ ഓഫ് സേഫ്റ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം. മാർജിൻ ഓഫ് സേഫ്റ്റി പ്രൊജക്ട് 2 ചെയ്ത് കഴിഞ്ഞാൽ മാർജിൻ ഓഫ് സേഫ്റ്റി എത്ര കൂടും? നല്ല ഡിഫറൻസ് കൂടും, ഒരു 9% കൂടും. ഡൂയിങ് ദ പ്രൊജക്ട്, ആ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡൂയിങ് ദ പ്രൊജക്ട് 2 ദ മാർജിൻ ഓഫ് സേഫ്റ്റി വിൽ ഇൻക്രീസ് ബൈ എത്ര പെർസെൻറ്റേജ് കൂടുന്നുണ്ട്? 8%. ഇവിടെ 8% ആയിട്ട് 8% കൂടും. വിൽ ഇൻക്രീസ് ബൈ 8%, വിച്ച് വിൽ ബി ബെനിഫിഷ്യൽ. മാർജിൻ ഓഫ് സേഫ്റ്റി കൂടി, അതായത് മാർജിൻ ഓഫ് സേഫ്റ്റി പറഞ്ഞാൽ ബ്രേക്ക് ഇവൻ പോയിന്റിനേക്കാളും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതാണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയാം. വിച്ച് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ അൽക്ക ഹോട്ടൽ. എന്തായിരിക്കും? ബെനിഫിഷ്യൽ ആയിരിക്കും കേട്ടോ. സോ നമ്മൾ എന്ത് പറഞ്ഞു? റവന്യൂവിനെ പറ്റി, ബ്രേക്ക് ഇവൻ പോയിന്റ്, കോസ്റ്റ്, പ്രോഫിറ്റിനെ പറ്റിയൊക്കെ പറഞ്ഞു. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ നമ്പേഴ്സ് കൊടുക്കാം, 1 2 3 4 5 നമ്പേഴ്സ് കൊടുക്കാം. എന്നിട്ട് ബ്രേക്ക് ഇവൻ പോയിന്റ് അവിടെ നമ്പേഴ്സ് കൊടുക്കുക. പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എനിവേ അതാണ് ടോട്ടൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ. അപ്പോൾ FM പോലെയല്ല, കുറച്ചും കൂടി പണിയാണ്. എങ്കിലും എന്ത് ചെയ്യാം, നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കണം. ഞാനൊരു ഫുൾ ക്വസ്റ്റ്യൻ, അത് 20 മാർക്കിൻ്റെ ഒരു ഫുൾ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ സോൾവ് ചെയ്ത് കേട്ടോ. ഈ 4ാമത്തെ റിക്വയർമെന്റിൽ നമ്മൾ എന്ത് ചെയ്തു, കുറേ കാൽക്കുലേഷൻസ് ചെയ്തു. അതായത് ബിഫോർ ആഫ്റ്റർ എത്ര ഇൻക്രിമെന്റ് ഉണ്ട്, ആ കാൽക്കുലേഷൻ ഒക്കെ ചെയ്തു. അത് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കമന്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 8 മാർക്ക്. സോ ഇത്രയും ചെയ്താലാണ് 20 മാർക്ക്. ഓക്കെ, 20 മാർക്ക് എന്ത് ചെയ്യുക, കംപ്ലീറ്റ്ലി കിട്ടുക. സോ അൽക്ക ഹോട്ടൽ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ആ ഒരു സെക്ഷൻ സി ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫുള്ളായിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട്. എനിവേ എൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. എന്ത് ചെയ്യുക, ചെയ്തതിന് ശേഷം ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാം. ഓക്കെ, സോ അൽക്ക ഹോട്ടൽ കംപ്ലീറ്റ് ആയി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 20 മാർക്കിന് സോൾവ് ചെയ്തു. ഓക്കെ, താങ്ക് യു.